വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 6ാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങൾ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം. അതിൻ്റെ 3ാമത്തെ പാർട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് പാർട്ട് എന്നും പറയാൻ കേട്ടോ. കാരണം മൊത്തം നോട്ടും കൂടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. കാരണം നമ്മൾ ആദ്യത്തെ 2 പാർട്ട് ഇട്ടായിരുന്നു. അപ്പോൾ അത് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ 3ാമത്തെ പാർട്ട് ഇടുന്നത്. അതായത് 1ാമത്തെ പാർട്ടിൽ ഇട്ടിരുന്നത് ഞാനൊന്ന് ഓടിച്ച് കാണിക്കാം. കാരണം അത് ഇട്ടതായതുകൊണ്ട് അഥവാ എഴുതാത്തവരും വല്ലതും ഉണ്ടെങ്കിൽ ഇതൊക്കെ നോക്കി മനസ്സിലാക്കണേ കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഇനി നമ്മൾ പുതിയത് പഠിക്കാൻ പോവുകയാണ്. അപ്പം എന്തെങ്കിലും സംശയമുള്ളവർ ചോദിക്കണേ നിങ്ങൾ കേട്ടോ. അപ്പോൾ 2ാമത്തേതാണ്ട് ഈ പടമൊക്കെ വരച്ചിട്ടുള്ളത്. ഈ പടം ഇപ്പോഴും ഡൗട്ട് ഉള്ളവരുണ്ടോ തോന്നില്ലേ? എന്താണെന്നറിയാമോ, ഈ .5 വരുന്നത് എപ്പം നിങ്ങൾ ഓർത്താലും എന്താണെന്നറിയാം, അതിൻ്റെ ഇരട്ടി. ഇനി ഇരട്ടി എന്ന് പറയുന്നത് ഡൗട്ട് ഉള്ളവരുണ്ടോ തോന്നില്ലയോ നിങ്ങളെ? എനിക്ക് തോന്നിയുന്നത് അതായത് 1.5 അല്ലേ, 4.5. നിങ്ങൾ ആ ക്ലൂ അങ്ങ് ഓർത്ത് വെക്കണം. എന്താ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, 1.5 പോയിന്റ് വന്ന് എന്ത് ചെയ്താലും അതിൻ്റെ ഇരട്ടി അങ്ങ് ചെയ്യും നിങ്ങൾ. അപ്പോൾ എളുപ്പം മനസ്സിലാവും. എന്താ 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 അധികം 1.5 എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. 3.0 എന്ന് വെച്ചാൽ 3 ആണ്. അതുപോലെ തന്നെ 4.5. അതുകൊണ്ട് ഇത് നീളവും ഇത് വീതിയുമാണ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം, നിങ്ങളെ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. അതിനാണ് കമൻറ്റ് ബോക്സ് ഇട്ടിരിക്കുന്നത്, ഡൗട്ടുകൾ പറയാനാണ്. അപ്പോൾ ഇത് നീളവും ഇത് വീതിയുമാണ് അല്ലേ. നീളവും വീതിയും തന്നിട്ടുണ്ട്. അപ്പോൾ പോയിന്റിൽ അല്ലാതാണെങ്കിൽ നമുക്ക് എന്താ ഇപ്പോൾ 6, 3 എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ. റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്, ഏറ്റവും സിംപ്ലസ്റ്റ്, അതായത് ഏറ്റവും എന്താ സിംപ്ലസ്റ്റ് മെത്തേഡിലോട്ട് മാറ്റുന്നതാണ്. ഇപ്പോൾ 6നെ 3ഉം ഞാനിപ്പോൾ പറഞ്ഞില്ല, ഇവിടെ 6ഉം ഇവിടെ 3ഉം ആണെങ്കിലേ ഈ 6ഉം 3ഉം ഏതിൻ്റെ ടേബിളിൽ വരും? 3ൻ്റെ ടേബിളിൽ വരും. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ അതിനെ എന്താ ഏറ്റവും ചെറിയ രീതിയിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് 4.5 ആണ്, ഇവിടെ 1.5 ആണ്. 4.5ൻ്റെ ഇരട്ടി എത്ര ആവും നിങ്ങൾ? ഏതാണ്ട് 4.5 അധികം 4.5 9 ആണ് കിട്ടുക. അതായത് 9.0 എന്ന് വെച്ചാൽ 9 ആണ് അല്ലേ. അതുപോലെ 1.5 അധികം 1.5 3.0 അല്ലെങ്കിൽ 3 ആണ്. അപ്പം നമുക്ക് എന്തോ കിട്ടിയോ നിങ്ങൾ? നമ്മൾ ഇവിടെ എടുത്ത 4.5 1.5 ആണ്, 4.5 9 ആണ്, 1.5 3 ഒന്നും എടുത്തു. അതിനെന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾ? അതായത് ഇരട്ടി 4.5ൻ്റെ ഇരട്ടി 9 ആണ്. പിന്നെ നീളവും വീതിയും തിരിഞ്ഞു പോവല്ലേ. നീളം എവിടെയാണോ എഴുതുന്നത് അവിടെ എഴുതുക കേട്ടോ. വീതി തിരിഞ്ഞു പോകല്ലേ നിങ്ങളെ, അവിടെ തിരിഞ്ഞാൽ തീർന്നു കേട്ടോ. അതായത് ഇത് നീളം ലെങ്താണ്, ഇത് ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഈ 9ഉം 3ഉം വന്നതിൻ്റെ സംശയമില്ലല്ലോ. ഇനി ഈ 9, 3 പറയുന്നത് ഏതിൻ്റെ ടേബിളിലാണ്? 3ൻ്റെ ടേബിളിൽ പറ്റും അല്ലേ. ഏതാ 3 × 3 9, 1 × 3 3. അപ്പോൾ 3:1 എന്ന് പറയുന്നതിന് എന്താ പറയുന്നത്? റേസ് ടു അല്ലേ. അംശബന്ധം റേസ് ടു അല്ലേ. ഈസ്റ്റു ആണ് അല്ലേ. 3:1. സംശയമില്ലല്ലോ. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ 6ഉം 4ഉം വന്നു കഴിഞ്ഞാൽ എന്താണ് ഇതുപോലെ. അത് എല്ലും എച്ചും കൂടെ നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. നമ്മുടെ ടെസ്റ്റിൽ എന്താണോ തരുന്നത്, എച്ച് ആണോ എല്ലാണോ എന്ത് തരുന്നതെന്ന് നോക്കിയിട്ട് വേണം. എല്ല് 6ഉം ആണ്, എച്ച് 4ഉം ആണെങ്കിൽ 6ഉം 4ഉം ഏതിൻ്റെ ടേബിളിൽ വരും കുഞ്ഞുങ്ങളെ? 6ഉം 4ഉം 2ൻ്റെ ടേബിളിൽ വരും. 3 × 2 6 ആണ്, 2 × 2 4 ആണ്. ഇപ്പം പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ 2:3 അല്ലേ. രണ്ടും പ്രൈം നമ്പറാണ് എന്ന് വെച്ചാൽ ഒന്നിൻ്റെയും ടേബിളിൽ പറ്റുന്നില്ല എങ്കിൽ 2:3 എന്ന് തന്നെയാണ് അതിൻ്റെ ആൻസർ കേട്ടോ. എങ്ങനെയൊക്കെ ചെയ്താലും അങ്ങനെ വരത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് ഓടിച്ചിട്ട് നോക്കുക. ഡൗട്ട് ഉള്ളവർക്ക് ഇത് ഒരേ ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ ആ ഡിനോമിനേറ്റർ ഇട്ട് അങ്ങ് ചെയ്താൽ മതി. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, കാരണം ഇതിൻ്റെ കണക്ക് വിട്ടതാണ്. ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നാൽ LCMO അല്ലെ രണ്ടും കൂടി ഇൻറ്റു ചെയ്തോ ആ കിട്ടിയ ആൻസർ വെച്ച് ചെയ്യണം കേട്ടോ. ഇനി ഇവിടെ നോക്കിയേ 2ഉം 4ഉമാണ്. 2ഉം 4ഉം വന്നാൽ LCM കാണുക. ഇങ്ങനെ മാറ്റിയിട്ട് ചെയ്യാൻ അറിയാത്തവർ രണ്ടും കൂടെ ഇൻറ്റു ചെയ്താലും മതി കേട്ടോ. ഇനി ഒട്ടും അറിയാൻ വയ്യാത്തവർക്കുള്ള എളുപ്പ വഴി മാത്രമാണ് നിങ്ങൾ അങ്ങനെ ചെയ്താലും ആൻസർ എന്താ ഇങ്ങനെ തന്നെ വരും. 2:3 എന്ന് വരും കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്ത് വേണം പഠിക്കാൻ കേട്ടോ. LCM കണ്ട് ചെയ്യാൻ പഠിക്കണം. 2 × 2 4 വരുന്നത് എങ്ങനെയാണെന്ന്. കാരണം 1 എന്ന് പറയുന്നത് ഏതൊരു സംഖ്യയെ 1 കൊണ്ട് ഇൻറ്റു ചെയ്താലും ആ സംഖ്യ തന്നെ ആയിരിക്കും. അതുകൊണ്ട് 2 × 4 2ഉം 2ഉം വന്നതൊക്കെ അറിയാമല്ലോ, നമ്മൾ കുറേ പറഞ്ഞതാണ്. ഓക്കെ ആണല്ലോ. അടുത്ത പേജ് നമ്മുടെ പുസ്തകത്തിനകത്തിലെ ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ ചതുരത്തിൻ്റെയും, അതായത് 8 സെൻറ്റിമീറ്ററും ഉയരം 8 സെൻറ്റിമീറ്ററും നീളം 10 സെൻറ്റിമീറ്ററും വന്നാൽ എത്ര കിട്ടും? നമ്മൾ പറഞ്ഞതാ. അടുത്ത ഇതും പറഞ്ഞതാ. ഉയരം 20, പിന്നെ 1 ലിറ്റർ. ഇതിനെല്ലാം ആൻസർ എഴുതിയിട്ടുണ്ടോ നിങ്ങൾ കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം? ഏത് കണക്കാണോ നിങ്ങൾക്കറിയാൻ വയ്യാത്തത് അത് നിങ്ങൾ പോസ് ചെയ്തിട്ടിട്ട് കാണുക എന്നുള്ളത് കേട്ടോ. ഞാൻ എല്ലാ ആൻസറും കാണിക്കുന്നുണ്ട്. എവിടെയാണോ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത് അവിടെ വന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അല്ലാതെ ഉയരം 40ഉം 1 മീറ്ററും ആണെങ്കിൽ എങ്ങനെയായിരിക്കും? 40ഉം 1 മീറ്റർ ആകട്ടോ. 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അതൊക്കെയും പറഞ്ഞതാണ്. അതുപോലെ ഇത് ഉയരത്തിൻ്റെ അടക്കം ഉണ്ട് കേട്ടോ.
എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. ഇതെല്ലാം നമ്മുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ ബോക്സ് നമ്മൾ പറഞ്ഞതാണ്. ബോക്സ് മനസ്സിലായല്ലോ. ഇതിൻ്റെ എല്ലാ ഒന്നും അറിയത്തില്ലെങ്കിൽ പകുതി അടിച്ചൊക്കെ ചെയ്യാനും ഒക്കെ പറഞ്ഞതാണ് കേട്ടോ. ഉയരവും നീളവും തന്നാൽ സമയം ഒരുപാട് പോവുമായിരിക്കും കുഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ എളുപ്പം പോകുന്നത്. നോക്കിക്കേ, കാൽക്കുലേറ്റ് ദ റേഷ്യോ. പേജ് നമ്പർ 89. എൻ്റെ കമൻറ്റ് ബോക്സിൽ ഓരോരുത്തരും പേജ് നമ്പർ 89, 90, 91 ഒക്കെ ചോദിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. പേജ് നമ്പർ 89 ചോദ്യമാണ് കുഞ്ഞുങ്ങളെ ഇതെല്ലാം. എന്താ? കാൽക്കുലേറ്റ് ദ റേഷ്യോ യൂസിങ് ദ സ്മാളസ്റ്റ് പോസിബിൾ നമ്പർ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോബ്ലം. അതായത് ആമിന 105 രൂപ വിത്ത് ഹെർ ആൻഡ് മേഴ്സി ഹാസ് 175 റുപ്പീസ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സ്മാളർ എമൗണ്ട് ടു ദ ലാർജർ? ആമിനയുടെ കയ്യിൽ 105 രൂപയും മേഴ്സിയുടെ കയ്യിൽ 175 രൂപയും ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്നും റേഷ്യോയുടെ അറിയില്ലെങ്കിൽ എന്താ, പകുതി ഹാഫ് അടിച്ചിട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ. പകുതി ഇപ്പം 105-ൻ്റെ 105ഉം 75ഉം ഈ ചില ക്ലൂകൾ നിങ്ങളങ്ങ് ഓർത്ത് വെച്ചിരിക്കണം. എന്താ, മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, പോയിന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നിങ്ങൾ അതിൻ്റെ ഇരട്ടി കണ്ട് ചെയ്യുക. ഇപ്പോൾ 1.5 വരുന്നെങ്കിൽ അതിൻ്റെ ഇരട്ടി 1.5 അധികം 1.5 3 കേട്ടോ കുഞ്ഞുങ്ങളെ. 5.5 വരുന്നെങ്കിൽ 5.5 അധികം 5.5 11. അങ്ങനെ വെച്ച് നിങ്ങൾ ഇരട്ടി വെച്ച് ചെയ്താലേ നിങ്ങൾക്ക് എളുപ്പം ആൻസർ കിട്ടും. അതൊരു എളുപ്പ വഴിയാണ് കേട്ടോ. എന്ന് പറയുന്ന പോലെ ഇവിടെ നിങ്ങൾക്ക് 5 ലാസ്റ്റ് വരുമെങ്കിൽ 5ൻ്റെ ടേബിളിൽ വരും എന്നോർത്തോണം കേട്ടോ. 5 ഏതൊരു ചോദ്യത്തിൻ്റെയും ഇവിടെയൊക്കെ 105, ഇവിടെ 175 അല്ലേ. അപ്പോൾ രണ്ടിൻ്റെയും എൻഡിൽ എന്താ അവസാനം 5 അല്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ 5ൻ്റെ ടേബിളിൽ പറ്റും. 105 5ൻ്റെ ടേബിളിൽ എത്ര വട്ടം? 21 വട്ടം. ഓക്കെ ആണോ? 175 ഇവിടെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടോ? 175 5ൻ്റെ ടേബിളിൽ 35 വട്ടം. ഇനി 21 35 എന്ന് പറയുന്ന ഏതിൻ്റെ ടേബിളിൽ പറ്റും? ആ 7ൻ്റെ ടേബിളിൽ. നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 10 വരെയുള്ള ടേബിൾ തുടങ്ങിയ അന്ന് മുതൽ ഞാൻ പറയുന്നു അത് പഠിച്ചിരിക്കണം കേട്ടോ. ഇനി ആയാലും മതി പഠിച്ചിരിക്കട്ടെ കുഞ്ഞുങ്ങളെ. കാരണം ഇനി അങ്ങോട്ടുള്ളതിന് നമുക്ക് ടേബിൾ ഇനി അങ്ങോട്ടുള്ള എപ്പോഴും നമുക്ക് ടേബിൾ ആവശ്യമുള്ളതാണ് കേട്ടോ. നിങ്ങൾ തമാശയായിട്ട് കരുതിയിരിക്കരുത്. ടേബിൾ നല്ലതുപോലെ പഠിച്ചെങ്കിലേ ഇനി അങ്ങോട്ട് മാർക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ 21 35 21ഉം 35ഉം ഏതിൻ്റെ ടേബിളിൽ പറ്റും? ആ 7ൻ്റെ ടേബിൾ അല്ലേ, 7ൻ്റെ ടേബിൾ അല്ലേ. 3 × 7 21ഉം 5 × 7 35. അപ്പോൾ ഇനി ഇതിനെ ചെറുതാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഏറ്റവും ചെറുതാക്കി ചെയ്യുന്നത് ഏറ്റവും സ്മാളസ്റ്റ് മെത്തേഡിലോട്ട് മാറ്റുന്നതാണ് റേഷ്യോ കേട്ടോ. ഇതൊക്കെ നമ്മൾ പറയാം. അപ്പോൾ എൻ്റെ മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. മലയാളക്കാർ അത് എഴുതുക, ഇംഗ്ലീഷുകാർ അത് എഴുതുക. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്തത് 96 women and 144 men attended a meeting. Find the ratio of the number of women അല്ലേ. അതിൻ്റെ നമ്മൾ ചെയ്തത് അറിയാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് 5 വരുവാണെങ്കിൽ 5ൻ്റെ ടേബിൾ. ഇനി അതല്ല 0 2 4 അതായത് 2ൻ്റെ ടേബിൾ അറിയാമല്ലോ. അതൊക്കെ വരും. അത് ലാസ്റ്റിൽ 2 4 6 8 ഇതൊക്കെ എളുപ്പ വഴിയായിട്ടോ കുഞ്ഞുങ്ങളെ. 2 4 6 8 0 ഇതൊക്കെയാണ് നമുക്ക് തരുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് എങ്കിൽ ഹാഫ് വെച്ച് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ആ ഒരു ക്ലൂവും വെച്ച് ഈ 2-3 ക്ലൂ ഒക്കെ അറിയെങ്കിൽ എളുപ്പം മാർക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ് കാണുന്നവർക്കെല്ലാം ഞാൻ ക്ലൂ പറയുന്നുണ്ട്. ആ ക്ലൂ അറിയാവുന്ന കുട്ടികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞല്ലോ, 2ൻ്റെ ടേബിളിൽ ഇപ്പോൾ 2ൻ്റെ ടേബിൾ അറിയാൻ എന്തായാലും ആരും കാണത്തില്ല അല്ലേ. അപ്പോൾ 0 2 4 6 8 എന്നീ നമ്പറുകൾ തന്നിരിക്കുന്ന നമ്പറിൻ്റെ ലാസ്റ്റിലുണ്ടെങ്കിൽ പകുതി വെച്ചങ്ങ് ചെയ്താൽ മതി. 96ൻ്റെ പകുതി എത്ര കുഞ്ഞുങ്ങളെ? 48 അല്ലേ. 144ൻ്റെ പകുതി 72. ഇനി 48ൻ്റെ പകുതി 24, 74ൻ്റെ പകുതി 36, 24ൻ്റെ പകുതി 12. അങ്ങനെ ചെയ്താലും മതി. ഇനി നിങ്ങൾക്ക് ഇനിയും വലിയ ടേബിൾ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിലും എളുപ്പ വഴിയിലൊക്കെ വലിയ നമ്പറിൻ്റെ ടേബിൾ വെച്ച് നടിച്ചാൽ പെട്ടെന്ന് കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തെറ്റായ ചെയ്യണ്ട. നിങ്ങളെന്താ പകുതി അടിക്കണം. പകുതി അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പകുതി വെച്ച് ഹാഫ് അല്ലേ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് പോകാമെന്ന്. അതിനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്താ 2ൻ്റെ ടേബിളിൽ ഏതൊക്കെ നമ്പറുള്ള 0 2 4 6 8 എന്നീ നമ്പറുകൾ വരികയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന അപ്പോൾ എന്താ പകുതി വെച്ച് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. ഓക്കെ, അടുത്തത് ഓഫ് 2 പെൻസിൽസ് ദ ഷോർട്ടർ ഈസ് 4.5 സെൻറ്റിമീറ്റർ. അത് നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ 5.3 ആണ്, 5:3 ആണ്. അതും ഈ പറയുന്ന പോലെ പോയിന്റ് വന്നതുകൊണ്ട് പോയിന്റ് വന്നെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇരട്ടി 7.5ൻ്റെ ഇരട്ടി 15 ആണ്. 4.5ൻ്റെ ഇരട്ടി 9 ആണ്. അപ്പം നമ്മൾ 15ഉം 9ഉം 3ൻ്റെ ടേബിളിൽ പറ്റും. 5:3. ഇതൊക്കെ എൻ്റെ എളുപ്പ വഴികളാവും ഞങ്ങൾ. എളുപ്പം അപ്പം നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്, ആൻസറും കിട്ടണം കേട്ടോ. ആൻസറും കിട്ടി
കിട്ടും. വെൻ എ റോപ്പ് വാസ് യൂസ്ഡ് അല്ലെ, ഒരു ചരട് കൊണ്ട് ഒരു ചതുരത്തിന്റെ വശങ്ങൾ അളന്നപ്പോൾ അല്ലെ, അത് നമ്മൾ ചെയ്തതാണ്. അതിന്റെ ആൻസർ എത്ര കിട്ടി? 3:4 അല്ലെ. സംശയമൊന്നുമില്ലല്ലോ, ഉണ്ടാവും ഞങ്ങളെ. 1/4 ഭാഗവും നീളവും 1/3 ഭാഗവും ഒക്കെ നമ്മൾ ചെയ്ത് വീതി നീളമൊക്കെ ചെയ്താ കേട്ടോ. ഡൗട്ടൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കാരണം ഇതുപോലെ ഇത്രയും ഇതായിട്ട് എഴുതിയതാണ്. കാരണം മലയാളം ഇംഗ്ലീഷ് എഴുതുകൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ എളുപ്പം. ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നാൽ ഇപ്പോൾ ഇത് ഡൗട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? 1/4ഉം 1/3ഉമാണ് ഡിഫറൻറ്റ് ഛേദം. ഇനി ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ എന്താ? ഛേദം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു LCM 4 × 3 12 വെച്ച് വേണം തന്നിരിക്കുന്നത് വെച്ചാൽ. അത് നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത 3 1/2 ഗ്ലാസ് ഓഫ് വാട്ടർ വുഡ് ഫില്ല് അല്ലേ, ഒരു വലിയ കുപ്പി നിറയ്ക്കാൻ 3.5 ഗ്ലാസ്. ഓക്കെ, അതും നമ്മൾ ചെയ്തേ. അതായത് നമ്മളെ മിക്സഡ് ഫ്രാക്ഷനിലാണ് തന്നത് അല്ലേ. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ കേട്ടറിയാലോ, 3 എണ്ണം വരുന്നത്, 1 2 3 സംഖ്യകളാണ് ഇങ്ങനെ വരുന്നതിനെ മിക്സഡ് അല്ലേ. അതിനെ നമ്മൾ ആദ്യമേ എന്താക്കണം? ഇംപ്രോപ്പറിലോട്ട് മാറ്റണം. ഇംപ്രോപ്പർ താഴെ കിടക്കുന്നതിനെ ഇൻഡ്യൂ ചെയ്തിട്ട് മേളിൽ കിടക്കുന്ന കൂട്ടണം അല്ലേ. താഴെ 2 1 കേട്ടോ. അപ്പോൾ 7/2 കണ്ടോ, ഒരേ ഇത് വന്നു കഴിഞ്ഞാൽ 7:5. രണ്ടും എന്താണ്? പ്രൈം നമ്പർ ആണ്. അതുകൊണ്ടാണ് അതിന് അത് തന്നെ എഴുതി. പ്രൈം നമ്പർ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? ഒറ്റ വെട്ടം മാത്രമേ നമുക്ക് ടേബിളിൽ ഇപ്പോൾ 1 × 7 7 ഇല്ലേ. 7ന്റെ വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. 5 അതുപോലെ 1 × 5 5. അതുകൊണ്ടാണ് അതിൻ്റെ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അത് വിട്ടേരെ. അപ്പോൾ നമുക്ക് 7/5 ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് അതുകൂടെ. അപ്പോൾ നമുക്കിനി ഇന്നത്തെ ബാക്കി പഠിക്കാം. ഞാൻ 1-2 മെത്തേഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്നത് ആ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്നത് തന്നെ നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് ആര് പഠിപ്പിക്കുന്നതാണോ മനസ്സിലാവുന്നത് ആ രീതി ചെയ്താൽ മതി കേട്ടോ. ഇനി ഞാൻ പഠിപ്പിക്കുന്നതേ നിങ്ങൾ ചെയ്യുമെന്നൊന്നും ഞാൻ പറയത്തില്ല, ഒരിക്കലും ഞാൻ പറയില്ല. നിങ്ങൾക്ക് മാത്സിൽ ആരാണോ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഞാൻ അത് ഉപയോഗിച്ചാൽ നോക്ക്. ടു മേക്ക് എ ദോശ, പേജ് നമ്പർ 90 കാരണം അതുവരെയുള്ള എല്ലാം നമ്മൾ തീർന്നു. 87 ഒക്കെ കേട്ടോ, ബാക്കിയുള്ള എല്ലാം തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം പേജ് നമ്പർ എത്ര ആവും നിങ്ങളെ? അതായത് 89 പെൻസിലിൻ്റെ ചരടിൻ്റെയും ചതുരത്തിൻ്റെയും 1/3 ചേരുവകൾ. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞു അല്ലേ. ചേരുവകളുടെ ബന്ധമൊക്കെ കഴിഞ്ഞു. 90 ദോശ കയറിയോ? ഓക്കെ കുഞ്ഞുങ്ങളെ നോക്കിക്കേ. ടു മേക്ക് ദോശ വി നീഡ്, ഇത് മുതൽ നമുക്ക് ഇനി എടുക്കാനുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഓൾറെഡി എടുത്തതാണ് അല്ലേ. 13 മിനിറ്റ് പോയി. ടു മേക്ക് ദോശ വി നീഡ് ടു ടേക്ക് 2 കപ്പ് ഓഫ് ബ്ലാക്ക് ഗ്രാം ഫോർ എവരി 6 കപ്പ് ഓഫ് റൈസ്. For 9 cup of rice, how many cup of black gram shall be taken? ചോദ്യം മനസ്സിലായോ നിങ്ങളെ? അതായത് ദോശ ഉണ്ടാക്കാൻ 6 കപ്പ് അരിക്ക് 2 കപ്പ് ഉഴുന്ന് അല്ലേ. നമ്മളെല്ലാം അരി ഉഴുന്നും വെള്ളത്തിയിടുന്നതല്ലേ. നിങ്ങളില്ല, നിങ്ങളുടെ അമ്മമാർ അല്ലേ. അമ്മമാരാ കാണുന്നെങ്കിൽ അവർ കാണുന്ന ദോശ ഉണ്ടാക്കാൻ നമ്മളെന്താ 6 കപ്പ് അരിക്ക് എത്ര? 2 കപ്പ് ഉഴുന്നാണ് എടുക്കുന്നത് അല്ലേ. 6 കപ്പ് അരിക്ക് 2 കപ്പ് ഉഴുന്നാവും നിങ്ങളെ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 9 കപ്പ് അരി എടുത്താൽ എത്ര കപ്പ് ഉഴുന്നെടുക്കണം? മനസ്സിലായോ? ഇതിന് പല രീതിയിലും ചെയ്യാം. ഒന്നുകിൽ നമുക്ക് എന്താ 6ന്റെ ഇത് രണ്ടും ഏതിൻ്റെ ടേബിളിൽ വരും കുഞ്ഞുങ്ങളെ? 2ന്റെ വരും അല്ലേ. എത്ര? 3 × 2 6, 1 × 2 എന്താ 2 ആണ് അല്ലേ. അപ്പം നമ്മളെന്താ ആദ്യം നമ്മൾ ആ റേഷ്യോയിൽ എടുക്കണം. 3:1 അല്ലേ. പിന്നെന്താ 6:2, പിന്നോ 9:3. ഒറ്റയടിക്ക് വേണേൽ നമുക്ക് ഇങ്ങനെ അങ്ങ് പറഞ്ഞു തീർക്കാം അല്ലേ. എന്താ അതായത് 3 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് അല്ലേ. ഉഴുന്നിന് അല്ലേ, ഉഴുന്നാന്നോ നിങ്ങൾ? ഓക്കെ, ബ്ലാക്ക് ഗ്രാം എന്ന് വെച്ചാൽ ഉഴുന്നാണ്. 6.3ന് 1 ആണെങ്കിൽ 6ന് 2 ആയിരിക്കും അല്ലേ. അപ്പോൾ 9ന് 3 ആണെന്ന് നമ്മൾക്ക് വേണേൽ ഒറ്റയടിക്ക് പറയാം. പക്ഷെ നമ്മൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ എങ്ങനെ എഴുതും നോക്കിയേ. റൈസ് ഈസ് ടു ബ്ലാക്ക് ഗ്രാം 6:2 എന്ന റേഷ്യോയിലാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഏത് റേഷ്യോയിലോട്ട് മാറ്റി? 3:1. അതിന് സംശയമില്ലല്ലേ. എന്താ എത്രയും ചെറുതാക്കാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ ഈ റേഷ്യോ എന്ന് പറയുന്നത്. ദോശ ഉണ്ടാക്കാൻ അരി ഉഴുന്ന് എന്നിവയുടെ അംശബന്ധം 6:2 എന്നാൽ 3:1 ആണ്. കാരണം ഇംഗ്ലീഷും മലയാളവും എഴുതിയോണ്ടാണ് നിങ്ങൾക്ക് ഒരുപാടായിട്ട് തോന്നുന്നത് കേട്ടോ. നിങ്ങൾ അവനവൻ്റെ എഴുതി എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 9 കപ്പ് റൈസിന് എങ്ങനെ ആയിരിക്കും? 9 കപ്പ് റൈസിന് 3 കപ്പ് ഉഴുന്നായിരിക്കും. ഇനി അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തവരാണെങ്കിൽ നോക്കൂ നിങ്ങളെ, ഇങ്ങനെ എഴുതിയാൽ മതി. ബ്ലാക്ക് ഗ്രാം ഈസ് ടു റൈസ്. നിങ്ങൾക്ക് ഏതാ മനസ്സിലായെന്ന് വെച്ചാൽ അത് എഴുതിയാൽ മതി കേട്ടോ. നോക്കിക്കേ, ബ്ലാക്ക് ഗ്രാം എന്ന് വെച്ചാൽ അറിയാമല്ലോ എന്താ? ഉഴുന്ന്. ഇനി അത് മലയാളംകാരൊന്നും എഴുതലേ. ഉഴുന്ന് ഈസ് ടു അരി അല്ലേ. ഉഴുന്ന് എത്രയാണ്? 2 ഉഴുന്നിന് 6 റൈസാണ്. അപ്പം നമ്മൾ അതിനെ എന്തോ ആക്കി? 1:3 എന്ന റേഷ്യോയിലോട്ട് മാറ്റി. ഓക്കെ ആണോ നിങ്ങളെ? റേഷ്യോ ഈസ് ടു. ഇനി ബ്ലാക്ക് ഗ്രാം ഈസ് ടു റൈസ്
ഇനി അതാണ് എടുത്തത്. പക്ഷേ ബ്ലാക്ക് ഗ്രാം എത്രയാണെന്ന് അറിയത്തില്ല. അരി 9 എടുത്താൽ അല്ലേ, ബ്ലാക്ക് ഗ്രാം എത്ര ഇടണമെന്ന് നമുക്ക് അറിയത്തില്ല. അരി 9 എടുത്തു. പക്ഷെ നമ്മുടെ റേഷ്യോ എപ്പോഴും എന്താ 1:3 ആണെന്ന് ഓർത്തോണം. ഈ റേഷ്യോയിലേ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം 1:3 ആണ്. കണ്ടോ നിങ്ങളെ, ബ്ലാക്ക് ഗ്രാം അടുത്ത ഇത്, അതായത് മനസ്സിലാവുന്നുണ്ടോ, ബ്ലാക്ക് ഗ്രാം 2-ന് റൈസ് 6 ആണല്ലോ. നമ്മളതിനെ ഷോർട്ട് സിമ്പിൾ മെത്തേഡിലോട്ട് മാറ്റി 1:3 ആയി. ഇനി അവരെത്ര ചോദിച്ചേക്കുന്നത്? 9 കപ്പ് അരിക്ക് അല്ലേ. അപ്പം ബ്ലാക്ക് ഗ്രാം ഈസ്റ്റു റൈസ് എന്നാണല്ലോ. ബ്ലാക്ക് ഗ്രാം ഈസ്റ്റു റൈസ് 9 ആണ്, അതായത് 1:3 ആണ്. അപ്പം ബ്ലാക്ക് ഗ്രാം ബൈ 9 എഴുതണം കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഇപ്പം 3:4 എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3/4 എന്ന് എഴുതാം. അത് ഓർത്തോണേ നിങ്ങൾ കേട്ടോ. ഇപ്പം 2:4 എന്ന് വെച്ചാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 2/4 എന്ന് എഴുതാം. അത് ഓർത്തോണേ കേട്ടോ. ഇങ്ങനെ എഴുതാമെന്ന് ഓർത്തോണേ നിങ്ങൾ കേട്ടോ. അറിയണേ. അപ്പം അല്ല വിചാരിക്കും ഇത് എങ്ങനെ എവിടുന്ന് കയറി വന്നത് കേട്ടോ. ഇതിനെ ഇങ്ങനെ എഴുതാം. അപ്പം ബ്ലാക്ക് ഗ്രാം 9 എന്നുള്ളതിനെ നമുക്ക് എഴുതാം ബ്ലാക്ക് ഗ്രാം ബൈ 9 എന്ന് എഴുതാം അല്ലേ. 1:3 എന്നുള്ളതിനോ 1/3 എന്ന് എഴുതാം. ഇങ്ങനെ ഇട്ടേ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ബ്ലാക്ക് ഗ്രാമിനെ ഇങ്ങനെ വെളിയിൽ കൊണ്ടുവന്നു. ബ്ലാക്ക് ഗ്രാം ഈക്വൽ കഴിഞ്ഞിട്ട് എന്താണോ വരുന്നത് അത് വേണം ഫസ്റ്റിൽ എഴുതാൻ. ഇങ്ങനെയൊക്കെ ഉള്ളത് നല്ലപോലെ പഠിക്കണേ നിങ്ങൾ കേട്ടോ. ഈക്വൽ, കാരണം നമ്മൾ ഇനി അപ്പുറത്തെ പേജിലെ ആൽജിബ്ര എന്ന് പറയുന്നത് പേടിക്കണ്ട, അങ്ങനെയൊക്കെയുള്ള പാഠങ്ങളുണ്ട്. അപ്പം നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കണം. ഈക്വൽ കണ്ടോ, ഈക്വൽ കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ്, നമ്മളെന്താ ആദ്യം 9 എഴുതാഞ്ഞത്? ബ്ലാക്ക് ഗ്രാം എഴുതിയില്ലേ? അങ്ങനല്ല, ഈക്വൽ കഴിഞ്ഞിട്ട് എന്താ 1/3 ആണ് അല്ലേ. ഇൻറ്റു ഈ 9 എന്താ ഇപ്പുറത്ത് പോകും കേട്ടോ. അപ്പം 1 × 9/3 9/3 = 3 കപ്പ്. 3 വന്ന ഇവിടുന്ന് മുമ്പേ നമുക്ക് 3 കിട്ടി. ഇത് സ്റ്റെപ്പ് ഇച്ചിരി നല്ല സ്റ്റെപ്പുകളാണ് അല്ലേ. കറക്റ്റ് ഇങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. ഞാനെല്ലാം എളുപ്പവഴി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാ. സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതുന്നതല്ല കേട്ടോ നിങ്ങളെ. അപ്പം നിങ്ങൾ മലയാളം മീഡിയക്കാർ ഇതിൻ്റെ അറിയാമല്ലോ. ഉഴുന്ന്, അരി അല്ലേ. ഇവിടെ ബ്ലാക്ക് ഗ്രാം വരുന്നിടത്തെല്ലാം ഉഴുന്ന് എഴുതണം, അരി വരുന്നിടത്തെല്ലാം റൈസും കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ മെത്തേഡിലാണ് നമ്മൾ ഈ പാർട്ടിൻ്റെ 4-5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. ഓക്കെ ആണോ? എന്താ നിങ്ങളെ, ബ്ലാക്ക് ഗ്രാം റൈസിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ഏത് റേഷ്യോ തന്നാലും അതിനെ ഏറ്റവും ലോവസ്റ്റ് ഫോമിലോട്ട് ആദ്യമേ അങ്ങ് മാറ്റണം. മാറ്റിയല്ലോ, 1:3. ഇനി നമുക്ക് എത്രനാണ് വേണ്ടുന്നത്? നമുക്ക് അരി 9 തന്നിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഗ്രാം എത്രയെന്ന് അറിയത്തില്ല. അപ്പോൾ ബ്ലാക്ക് ഗ്രാം റേസ് അല്ലേ, ഇവിടെ അങ്ങനല്ലേ, ബ്ലാക്ക് ഗ്രാം റൈസ്, ബ്ലാക്ക് ഗ്രാമിന് ബ്ലാ 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 അടിച്ചു അല്ലേ. അപ്പോൾ നാക്ക് ഊരിപ്പോയി. ബ്ലാക്ക് ഗ്രാം 9 1:3 ആണിത്. അപ്പോൾ നമ്മളിനെ എങ്ങനെ ചെയ്യും? ഇങ്ങനെ തന്നെ ഇങ്ങനെ ചെയ്യാൻ പഠിക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യാൻ അറിയണേ. ബ്ലാക്ക് ഗ്രാം ബൈ 9 × 1/3 വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ആദ്യമേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ഇതായിട്ട് തോന്നും. പക്ഷേ 2-3 കണക്ക് ചെയ്യുമ്പോൾ എളുപ്പം കേട്ടോ, എളുപ്പം മനസ്സിലാവും കേട്ടോ. മനസ്സിലാവണം. അടുത്ത ഓക്കെ ആണോ നിങ്ങൾ? അതിൻ്റെ 3 കപ്പാണ് കേട്ടോ. 9 കപ്പ് അരിക്ക് എത്ര? 3 കപ്പ് ഉഴുന്ന് കേട്ടോ. അത് നിങ്ങൾക്ക് ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അതാ കുറച്ചുകൂടെ സൗകര്യം. ഇതൊക്കെ എളുപ്പ വഴിക്ക് ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാ. പക്ഷേ സ്റ്റെപ്പ് എപ്പോഴും ഇങ്ങനെ എഴുതുന്നതാണ് നിങ്ങളെ നല്ലത്. ഓക്കെ, അടുത്ത ടു പ്ലാസ്റ്റർ ദ വാൾ ഓഫ് എ ഹൗസ് സിമെൻറ്റ് ആൻഡ് സാൻഡ് ആർ മിക്സഡ് ഇൻ ദ റേഷ്യോ 1:5. 45 sacks of cement were bought. How many sacks of sand are needed? നോക്കിയോ നിങ്ങളെ, വീട്ടിലെ ചുവര് തേക്കുന്നതിന് സിമെൻറ്റും മണലും സിമെൻറ്റിന് എന്നാട്ടോ, മണലിൽ എന്താ പറയുന്നത്? സാൻഡ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 1:5 എന്ന അംശബന്ധത്തിലാണ് ഉപയോഗിച്ചത്. ഇതിനായിട്ട് അവരെത്ര? 44 ചാക്ക് സിമെൻറ്റ് വാങ്ങി. അപ്പം സിമെൻ്റ് ഉണ്ട്, 44 ചാക്ക് സിമെൻറ്റ് വാങ്ങി. എത്ര ചാക്ക് മണൽ വേണം? മണൽ കണ്ടുപിടിക്കണം കേട്ടോ. സിമെൻറ്റ് ഈസ്റ്റു സാൻഡ് അല്ലേ. സിമെൻറ്റും സാൻഡുമാണ് നമ്മുടെ കഥാപാത്രങ്ങൾ. അപ്പം സിമെൻറ്റ് എത്രയാണ്? 1:5 ആണ് അല്ലേ. എത്ര ചാക്ക് സിമെൻ്റ് ഉണ്ട്? 45 ചാക്ക് സിമെൻറ്റ് ഇൻറ്റു 5. ഇത് ഞാനൊരു എളുപ്പവഴി ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതായത് 45 225 ഒക്കെ വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ നിങ്ങളെ? 45 × 5, കാരണം സിമെൻറ്റ് 45 ഉണ്ട് നമുക്കല്ലേ. സിമെൻറ്റ് ഇവിടെ 45 ഉണ്ട്. പിന്നെ ഇതാ 5 എന്താണ്? എന്താ നിങ്ങളെ
മണലാണ് അല്ലേ. അപ്പം 45 × 5 225. ഈ 45:225 എന്ന് വെച്ചാൽ വലിയൊരു ഡിജിറ്റാണ് അല്ലേ. ഒരിക്കലും വലിയ ഡിജിറ്റ് നമുക്ക് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പം എന്താ 5 ലാസ്റ്റ് വന്നാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ 5ൻ്റെ ടേബിൾ തന്നെ ചെയ്യുക. 45നെ 5 വെച്ച് ചെയ്താൽ 9, 225നെ 45 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 45. അപ്പോൾ 9 45 ഏതിൻ്റെ ടേബിളിൽ വരും? 9ൻ്റെ വരും അല്ലേ. 1 9 9 5 9 45. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് ഒരു എളുപ്പ വഴിയാണ്. പക്ഷെ നമ്മൾ സ്റ്റെപ്പ് എഴുതുമ്പോഴേ ഈ രീതി നിങ്ങൾക്ക് ഏതാ സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നത് ഈ രീതി തന്നെ ചെയ്തോ നിങ്ങൾ കേട്ടോ. ഇതിനാ മാർക്ക് കിട്ടുന്നതെന്ന് തോന്നുന്നു അല്ലേ. സിമെൻറ്റ് ഈസ് സാൻഡ്, നമ്മൾ സിമെൻറ്റും സാൻഡുമാണ് ഏത് റേഷ്യോയിലാണ്? 1:5. എളുപ്പമല്ലേ. അപ്പോൾ സിമെൻറ്റ് തന്നിട്ടുണ്ട് 45 ചാക്ക്, സാൻഡ് തന്നിട്ടില്ല, 1:5 ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 45 അല്ലേ. ഇത് വന്നതിന് സംശയമുണ്ടോ? നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു അല്ലേ. 45 സാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 45 സാൻഡ് എന്നാണ്. 1:5 എന്ന് വെച്ചാൽ 1/5 ആണ് അല്ലേ. അതാണ് എഴുതിയേക്കുന്നത്. ഇവിടെ നോക്കിക്കേ, സാൻഡ്. നിങ്ങൾ ഈ ക്ലൂ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഏതെങ്കിലും ഒരു സാധനം ഇങ്ങനെ ഈ താഴെ വന്നു കഴിഞ്ഞാൽ താഴെ വെച്ച് നമ്മൾ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ ആ ക്ലൂ ഓർത്ത് വെച്ചത്. ഇതെല്ലാം എളുപ്പവഴിയാണെന്ന് നിങ്ങൾ കേട്ടോ. ഇത് താഴെ വന്ന് ചെയ്യത്തില്ല എന്നൊരു ക്ലൂ നിങ്ങൾ ഓർക്കണം. അപ്പം അതിനെ എന്ത് ചെയ്യുന്നറിയോ? റെസിപ്രോക്കൽ ഓർമ്മയുണ്ടോ? റെസിപ്രോക്കൽ വിൽക്രമം. അങ്ങനെ അതിലോട്ട് മാറ്റുക. അപ്പം എന്താ? സാൻഡേ ബൈ ഈ ക്ലൂ ഓർത്തോണേ. ഞാൻ ഈ ക്ലൂ എവിടെയൊക്കെ പോയി ഇപ്പോൾ ഒരു 2-3 ക്ലൂ പറഞ്ഞു, അത് മാത്രം എഴുതിയിട്ടൊക്കെ പഠിക്കണം കേട്ടോ എവിടെയൊക്കെയാണ്. അപ്പം ഇത് താഴെ വരില്ല, അതിനെ മേളി വിട്ട് 45 സാൻഡ് ബൈ 45 റെസിപ്രോക്കലാണ്. അപ്പം എന്താ 5 മേളിലും 1 താഴെയുമായി കേട്ടോ. അപ്പം ചെയ്യാൻ എളുപ്പമാണ്. സാൻഡ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഇവിടെ ഇത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ 5/1 ആണ്. എന്തുകൊണ്ടാണ്? റെസിപ്രോക്കലാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് റെസിപ്രോക്കൽ അല്ലേ. 5/1. ഇവിടെയെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിമെൻറ്റും സാൻഡുമാണ് 1:5. നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. സിമെൻറ്റ് 45 തന്നിട്ടുണ്ട്, സാൻഡ് എത്രയാണെന്ന് അറിയത്തില്ല. പക്ഷേ നമ്മൾ എടുത്ത് പറഞ്ഞാൽ 1:5 എന്ന റേഷ്യോയിലാണ്. അപ്പം നമ്മൾ അതിനെ ഈ തന്നിരിക്കുന്നതിനെ റേഷ്യോയിലോട്ട് അല്ലെ ഡിവിഷനിലോട്ട് മാറ്റുന്നത് എങ്ങനെയാ? ഇങ്ങനല്ലേ 40. അപ്പം നമ്മൾ ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണം. സാൻഡ് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടോ. സാൻഡ് എന്നല്ല, ഏതാണെങ്കിലും മുകളിലും താഴെയല്ലേ, ഛേദത്തിൽ വരത്തില്ല എന്നൊരു ക്ലൂ വെച്ച് പഠിച്ചോ കേട്ടോ. ഇതിങ്ങനൊന്നും അല്ല കറക്റ്റ്, നിങ്ങൾക്കൊരു ഓർത്തിരിക്കാൻ വേണ്ടി കേട്ടോ. എല്ലാം എൻ്റെ എളുപ്പ വഴിയാണ്. ഛേദത്തിൽ വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ തല തിരിച്ചിടുക, വിൽക്രമം അല്ലേ. അതിനെ 45 മുകളിലും അല്ല സാൻഡിനെ എടുത്ത് സാൻഡ് മുകളിലും 45 താഴെയും. ഇതും അതുപോലെ 5/1. അപ്പോൾ സാൻഡ് = 5/1 × 45 = 225. നിങ്ങൾക്ക് ഈ മെത്തേഡിൽ തന്നെ പഠിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത് എളുപ്പ വഴിയാണ് ഇത് കേട്ടോ. ഇതിലേതാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ, ഇവിടെ 5 വന്ന എന്തുകൊണ്ടാവും നിങ്ങളെ? ഇവിടെ 45 ചാക്ക് അരിയുണ്ട്, ഇവിടെ 5 അല്ലേ. അങ്ങനെയാണ് ഇവിടെ 45 × 5 225 വന്നത്. ഈ 225ഉം 45ഉമാണ് അപ്പോൾ വന്നത് അല്ലേ. അതിൻ്റെ ലോവസ്റ്റ് ഫോമാണ് 1:5. ഇത് തന്നെ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത നോക്കൂ നിങ്ങളെ. 12 ലിറ്റർ അല്ലേ ഓഫ് പെയിൻറ്റ് വാസ് മിക്സഡ് വിത്ത് 8 ലിറ്റർ ഓഫ് ടർപ്പൻറ്റൈൻ വൈൽ പെയിൻറ്റിങ് ദ ഹൗസ്. ഹൗ മെനി ലിറ്റർ ഓഫ് ടർപ്പൻറ്റൈൻ കേട്ടിട്ടുണ്ടോ? ടർപ്പൻറ്റൈൻ ഷുഡ് ബി മിക്സഡ് വിത്ത് 15 ലിറ്റർ ഓഫ് പെയിൻറ്റ്. ഒരു വീട് ചായം തേക്കുമ്പോൾ 12 ലിറ്റർ ചായത്തിൻ്റെ കൂടെ, ഒരു വീട് പെയിൻ്റ് അടിക്കത്തില്ലേ നിങ്ങളെ, അത് 12 ലിറ്ററാണ് പറഞ്ഞിരിക്കുന്നത്. ചായത്തിൻ്റെ കൂടെ 8 ലിറ്റർ ടർപ്പൻറ്റൈനാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ 12 ലിറ്ററുമായി 8 ലിറ്ററുമായി. എന്നാൽ 15 ലിറ്റർ ചായത്തിൻ്റെ കൂടെ എത്ര ലിറ്റർ ടർപ്പൻറ്റൈൻ ചോദിക്കും? അപ്പം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് ചെയ്യാം. പെയിൻറ്റ് തന്നിട്ടുണ്ട് അല്ലേ. പെയിൻറ്റും ടർപ്പൻറ്റൈനുമാണ് ഇവിടുത്തെ കഥാപാത്രങ്ങൾ അല്ലേ. ആരൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ? പെയിൻറ്റും ടർപ്പൻറ്റൈൻ. അപ്പം പെയിൻറ്റ് ഈസ് ടർപ്പൻറ്റൈൻ എത്രയാണ് റേഷ്യോ തന്നിരിക്കുന്നത്? റേഷ്യോ ഉണ്ടോ നിങ്ങളെ? എത്ര? 12 പെയിൻറ്റ് തന്നിരിക്കുന്നത്, ടർപ്പൻറ്റൈൻ 8 തന്നിരിക്കുന്നത് അല്ലേ. 12ഉം 8ഉം. ആ 12 8നെ എന്താക്കണം? ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റി. എത്ര? 3:2. ആ 3:2 വന്നത് സംശയമുണ്ടോ? കാരണം 12ഉം 8ഉം എത്രൻ്റെ ടേബിളിൽ വരും?
4ൻ്റെ ടേബിൾ വരും അല്ലേ, 2ൻ്റെ ആയാലും മതി, 4ൻ്റെ പറ്റി കേട്ടോ. 3 × 4 12, 2 × 4 8. അപ്പോൾ സ്ലോവസ്റ്റ് മെത്തേഡ് 3:2 ആണ് അല്ലേ. ഇവിടെ മലയാളം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, നോക്കിക്കേ. ചായയും ടർപ്പണിയും 15 ലിറ്റർ ചായത്തിൽ 3:2. അപ്പോൾ ഇനി എത്ര ചേർക്കണ്ടേ? 15 ലിറ്റർ ചായത്തിൽ എത്ര? 3:2 എന്ന അംശബന്ധത്തിൽ 10 ലിറ്റർ ടർപ്പൻറ്റൈൻ വേണമെന്നാണ് പറയുന്നത്. ഇനി എത്ര? ഇത് നമ്മുടെ ചോദ്യത്തിലുള്ളതാ കുഞ്ഞുങ്ങളെ, ഇത് ഇത്രയും കേട്ടോ, മനസ്സിലാവുന്ന കുഞ്ഞുങ്ങളെ. പെയിൻറ്റും ടർപ്പൻറ്റൈനുമാണ് നമ്മുടെ ഈ ചോദ്യത്തിലെ കഥാപാത്രങ്ങൾ. പെയിൻറ്റ് 12 കൊണ്ട്, ടർപ്പൻറ്റൈൻ 8 കൊണ്ട്. ഓക്കെ ആണോ? അത്രയും സംശയമില്ലല്ലോ. അതിനെ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റുക, 3:2. സംശയമില്ലല്ലോ. ഇനി നമ്മുടെ 15 ലിറ്റർ ആണെങ്കിൽ, എന്താ നിങ്ങളെ, 15 ലിറ്റർ ആണെങ്കിൽ എന്തോ ചെയ്യുമെന്ന് നമ്മൾ മുമ്പ് ചെയ്ത മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. എന്താ? 3:2, 6:4, പിന്നെ 12 വരണ്ടായോ? 1 3 3 9 4 3 12. അപ്പം 9 2 4 6 8 അല്ലേ. ഇതിനെ ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റുമ്പം അതിവിടെ പറ്റില്ല അല്ലേ, വിട്ടേരെ നിങ്ങളോട്ട്. അപ്പോൾ 15 ലിറ്റർ ഓഫ് പെയിൻറ്റ് വിൽ ബി ലോട്ട് ഓഫ്, അങ്ങനെയും വരും, 15/10 അല്ലേ. ഓക്കെ. ടർപ്പൻറ്റൈൻ നീഡ് ഫോർ 15 ലിറ്റർ ഓഫ് പെയിൻറ്റ് വിൽ ബി 10 ലിറ്റർ. എന്ന് വെച്ചാൽ എന്താ? 15 ലിറ്റർ ചായത്തിൻ്റെ കൂടെ എത്ര ലിറ്റർ പെയിൻറ്റ് വേണമെന്ന്, എത്ര വേണമായിരിക്കും? 15:10 കേട്ടോ, 10 ലിറ്റർ വേണമെന്ന്. എങ്ങനെയായി 10 വന്നത്? അതെ, നിങ്ങൾക്ക് അതിലും കുറച്ചുകൂടെ എളുപ്പവഴി, ഇതിലും കുറച്ചുകൂടെ എളുപ്പവഴി നോക്കൂ കുഞ്ഞുങ്ങളെ. പെയിൻറ്റ് ടർപ്പൻറ്റൈൻ അല്ലേ, 12 ഇതിൻ്റെ ഡൗട്ടില്ല. ഇനി നമുക്ക് എന്താ തന്നത്? പെയിൻറ്റ് എത്ര? 15 അല്ലേ. അതിൻ്റെ കൂടെ ടർപ്പൻറ്റൈൻ ആണ് തരാത്തത്, അത് ബൈ ടർപ്പൻറ്റൈൻ = 3:2 ആണ് അല്ലേ. അതിനെ നമ്മൾ എന്താക്കാം? നമ്മൾ പറഞ്ഞു ഒരിക്കലും എന്താ താഴെ ഈ കാണാൻ എന്താണോ കാണുന്നത് താഴെ വരത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ അതിനെ എന്താക്കി കുഞ്ഞുങ്ങളെ? റെസിപ്രോക്കൽ. ഇതിനകത്ത് റെസിപ്രോക്കലിൻ്റെ കണക്കുണ്ട് കേട്ടോ, നിങ്ങൾ ഓർത്തോണേ. ഏതൊക്കെ കണക്കുകളാണെന്ന് ഓർത്തോണേ. റെസിപ്രോക്കലിൽ മാറ്റുക. ടർപ്പൻറ്റൈൻ ബൈ 15, അതായത് തല തിരിച്ചെഴുതി. ഇതും അതുപോലെ 3/2നെ 2/3 ആയിട്ട് എഴുതി. അപ്പോൾ ടർപ്പൻറ്റൈൻ = ഈക്വൽ കഴിഞ്ഞിട്ട് എന്താ കിടക്കുന്നത്? 2/3 ആണ് കുഞ്ഞുങ്ങളെ. 2/3 × 15, 2 × 15 30, 30/3 10 ലിറ്റർ കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഞാൻ 2 മെത്തേഡിൽ ചെയ്തിട്ട് നോക്കിയത് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴും 10, 15, 10 കിട്ടുന്നുണ്ട് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണല്ലോ. ഓക്കെ, ഈ മെത്തേഡ് യൂസ് ചെയ്താൽ അത് കേട്ടോ. ഇതാ കുറച്ചുകൂടെ കംഫർട്ട്. പെയിൻറ്റിൻ്റെ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ. ഇന്നെ വാർഡ് ഓഫ് എ പഞ്ചായത്ത് ദ വുമൺ ആൻഡ് മെൻ ആർ ഇൻ ദ റേഷ്യോ 11:10. There are 1793 women in the ward. How many men are there in the ward? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വുമൺ ആൻഡ് മെൻ? ഇതൊരു ഇച്ചിരി ടെസ്റ്റുള്ള ക്വസ്റ്റ്യൻ. നോക്കൂ നിങ്ങളെ. ഒരു പഞ്ചായത്തിലെ 1-ാം വാർഡിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എണ്ണം, ഒരു പഞ്ചായത്താണ്, ഒരു പഞ്ചായത്തിലെ 1-ാം വാർഡിലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എണ്ണം എത്ര? 11:10 എന്ന അംശബന്ധത്തിലാണ്. ഇവിടെ 1793 സ്ത്രീകളാണ് മൊത്തമുള്ളത്. ആ വാർഡിൽ മൊത്തം എത്ര ഉണ്ട്? 1793 സ്ത്രീകൾ ഉണ്ട്. ഇവിടെ എത്ര പുരുഷന്മാരുണ്ട്? സ്ത്രീകളും പുരുഷന്മാരും കൂടി ആകെ എത്ര പേരുണ്ട്? ഈ ചോദ്യത്തിൽ തന്നെ ഒരുപാട് ചോദ്യം ഉണ്ടല്ലേ. എത്ര പുരുഷന്മാരുണ്ടെന്ന് കണ്ടുപിടിക്കണം. സ്ത്രീകളും പുരുഷന്മാരും കൂടി ആകെ എത്ര പേരുണ്ടെന്നും കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? അപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഏതൊരു വേർഡ് പ്രോബ്ലം ചോദിക്കുമ്പോഴും തന്നിരിക്കുന്നത് പറക്കി എഴുതുക. എങ്ങനെ എഴുതും? വുമൺ ഉണ്ട് അല്ലേ, എത്ര ഉണ്ട്? വുമൺ 11 മെന്ന് 10 അല്ലേ. സ്ത്രീകളും പുരുഷനും, സ്ത്രീ 11 പുരുഷൻ 10. നമ്പർ ഓഫ് വുമൺ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നതാണ്. മൊത്തം സ്ത്രീകളുടെ എണ്ണം 1793. ഓക്കെ, ഇനി എന്തോ ചെയ്യണം? വുമൺ സ്ത്രീകളുടെ എണ്ണം, മൊത്തം എണ്ണത്തിനെ സ്ത്രീകൾ എത്രയാണ്? 11 ആ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം ആ സ്ത്രീകളുടെ അല്ലേ നമ്പർ ഓഫ് വുമൺ, സ്ത്രീകളുടെ എണ്ണത്തിനെ 11 വന്ന് ഇതാണ് കുഞ്ഞുങ്ങളെ, അതായത് വുമണിൻ്റെ ആ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 163 കിട്ടും. ഇനി ഈ 163 ഡിവൈഡ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഡിവൈഡ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് ഇത് നോക്കിക്കോണം. പറയണോ നിങ്ങളെ? ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ലേ? അത്രയും സമയം കളയണോ?
വേണേ ഒന്ന് പറയാം. അതായത് 11 വെച്ചാണ് 17-നകത്ത് 11 ഒരു വെട്ടാണ്. ഒരു 11 അറിയാൻ വയ്യാത്തൊന്ന് നോക്കിയോ, 1 മിനിറ്റ് പോയാലും മിണ്ടിയില്ല. 17-നകത്ത് 11 എത്ര കുഞ്ഞുങ്ങളെ? ഒരു വെട്ടമാണ്. അപ്പോൾ 17-ന്ന് 11 പോയാൽ ബാക്കി 6 പിന്നെ അടുത്ത സംഖ്യ ഇത് താത്തിറക്കുക. എത്ര? 9. 69 11-ന്റെ 6 11 66. അത് എന്താ? 9-ന്ന് 6 പോയാൽ 3. ഇനിയും പോലെ ഒരു 3 ആ 3 കൂടി താത്തിറക്കി 33. 33 എത്ര? 3 11 33. അപ്പോൾ അത് തീർന്നു. 0 വന്നു. 0 വന്നാൽ നമ്മുടെ ആൻസർ കിട്ടിയെന്നാണ് കേട്ടോ. കിട്ടിയെന്നല്ല, അത്രേ ഉള്ളൂ. 163 അങ്ങനെ കിട്ടി. ഓക്കെ ആണോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പം നമുക്ക് എന്താ, സ്ത്രീകളുടെ എല്ലാ കാര്യവും ഓക്കെ ആയി. എങ്ങനെയാവും നിങ്ങളെ? സ്ത്രീകൾക്ക് 11 പുരുഷന്മാർക്ക് 10 എന്നൊരു റേഷ്യോ തന്നു. മൊത്തം എത്ര ഉണ്ടെന്ന് പറഞ്ഞു? സ്ത്രീകൾ മൊത്തം 1793 ഉണ്ടെങ്കിൽ, അതായത് അവരുടെ റേഷ്യോ എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ 163 കിട്ടിയതറിയാമല്ലോ. നമ്പർ ഓഫ് മെൻ അങ്ങനെയാണെങ്കിൽ മെൻ എത്ര? 10 അല്ലേ? 10-നെ എന്ത് ചെയ്യണം? ഈ സ്ത്രീകൾക്ക് ഈ കിട്ടിയല്ലോ, സ്ത്രീകളുടെ എണ്ണത്തിൻ്റെ കിട്ടിയല്ലോ, ആ 163 × 10 ചെയ്യണം കേട്ടോ. അതായത് 1630. ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ പോരെ? അതറിയാവും. 163 10 ആണെങ്കിൽ ഒരു 0 കൂടി. പുരുഷന്മാരുടെ എണ്ണം അത് തന്നെ മലയാളം ഇംഗ്ലീഷ് എഴുതിയേക്കുക അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ്, ഇനി അവർ ചോദ്യത്തിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ചോദ്യത്തിൽ എന്താ, പുരുഷന്മാർ എത്ര ഉണ്ടെന്നും പുരുഷന്മാരും സ്ത്രീകളും കൂടി, എന്നാൽ ഇവർ രണ്ടുപേരും കൂടി ഇവിടെ എത്ര ഉണ്ടെന്ന് ഈ വാർഡി രണ്ടുപേരും കൂടെ കൂട്ടണം കേട്ടോ. 3423. നിങ്ങൾക്ക് ഈ മെത്തേഡ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇത് ഈ മെത്തേഡാണോ മനസ്സിലായേ? ഞാൻ ഒരെണ്ണോടെ പറയാം കേട്ടോ. നോക്കിക്കേ, വുമൺ ഈസ് ടു മെൻ 11:10. അതായത് വുമൺ എത്രാന്ന് തന്നിട്ടുണ്ട്? 1793 തന്നിട്ടുണ്ട്. മെൻ തന്നിട്ടില്ല. തരാത്ത ഈ 2 മെത്തേഡിൻ്റെയും രണ്ടാമത്തെ മെത്തേഡ് നിങ്ങൾ നല്ലപോലെ നോക്കണം കേട്ടോ. മെൻ തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത് ഈ ഒരെണ്ണം 1-2 ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടും. തരാത്തതിനെ താഴെ എഴുതുക ഇല്ലേ? താഴെ എഴുതി ഫസ്റ്റ് സ്റ്റെപ്പ് അത് കാണിക്കുക. റേഷ്യോയെ എഴുതുക. ഇത് അതുപോലെ എടുത്തെഴുതുക. ഇത് എഴുതുന്നത് എങ്ങനെയെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതായത് മനസ്സിലായോ നിങ്ങളെ? ഇതും ഇതേ ബൈ ഇത്, ഇതേ ബൈ ഇത്, ഇത് എന്തുവാന്നാ ഇല്ലയോ? കണ്ടാൽ മനസ്സിലാവും ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പം നോക്കിക്കേ, മെൻ താഴെ കണ്ടോ? വരയ്ക്ക് താഴെ വന്നത് കണ്ടോ? മുമ്പ് ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും വന്നാൽ ഒരിക്കലും എഴുതത് റെസിപ്രോക്കലിട്ട് ചെയ്യണം. നോക്കൂ നിങ്ങളെ, മെൻ ബൈ 1793 = 10/11 അല്ലേ? 10/11. അപ്പം മെൻ = 10/11 × 1793. 1793 × 10 എത്ര? 1000. ഒരു 0 കൂടെ അങ്ങ് ഏതൊരു സംഖ്യയെ 10 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുമ്പോഴും ആ സംഖ്യയുടെ കൂടെ ഒരു 0 അങ്ങിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിന് ഡൗട്ട് അടിക്കല്ലേ. /11 1630 ആവും. അപ്പം നമുക്ക് എന്താ മെന്ന് കിട്ടി. ഇനി അവർ ചോദിച്ചേക്കുന്നത് പുരുഷന്മാരും സ്ത്രീകളും എത്ര എന്നാ? 3423. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് എഴുതിയെടുത്ത് പഠിക്കണം നിങ്ങൾ കേട്ടോ. ഞാൻ ഈ ചെയ്തേക്കുന്ന കാണുമ്പോൾ വിചാരിക്കും നിങ്ങൾ അതല്ലയോ ഇത്രയല്ലയോ എന്നൊക്കെ. പക്ഷേ ഒരു കണക്ക് അതും കുനുകുനാന്ന് എഴുതി ഒരിക്കലും മാത്സിൻ്റെ എഴുതരുത്. വലുതായിട്ടും വൃത്തിയായിട്ടും എഴുതുന്നതിനാണ് മാർഗ്. കണക്ക് ശരിയോ തെറ്റോ എന്നുള്ള അല്ല കുഞ്ഞുങ്ങളെ. പേപ്പർ നോക്കുമ്പോൾ വീറും വൃത്തിയായിട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ജോലി കേട്ടോ. ശരിയോ തെറ്റോ ആയിക്കോട്ടെ. ഇപ്പോൾ എല്ലാം ശരിയാവോ? നമ്മളാരാ? അങ്ങനൊന്നുമില്ല കേട്ടോ. എല്ലാം ശരിയാവണമെന്നൊന്നുമില്ല. പക്ഷെ ഒരു പേപ്പർ എടുക്കുമ്പോഴേ വൃത്തി, അത് മിക്ക ടീച്ചറും നോക്കുന്ന, മിക്കതല്ല എല്ലാ ടീച്ചർമാരും വൃത്തി നോക്കും. വൃത്തിയായിട്ട് എഴുതിയ പേപ്പറിന് അതിൻ്റേതായ ടീച്ചർമാർ ആ രീതിയിലാണ് നോക്കുന്നത്. കുനാന്ന് മാത്സ് എഴുതും. മാത്സ് എന്നല്ല ഏത് വിഷയം എഴുതിയാലും മാർക്ക് പകുതി അങ്ങ് പോകും. നിങ്ങളത് എപ്പോഴും ഓർത്തോണം കേട്ടോ. അപ്പം നിങ്ങളെന്താ ഇത് നിങ്ങൾ ബുക്കിലോട്ട് എഴുതിയെടുക്കുമ്പോൾ ഇച്ചിരി വലുതായിട്ടും വൃത്തിയായിട്ടും അതിൻ്റെ ഈക്വൽ എല്ലാം അതിൻ്റേതായ രീതി. ഇപ്പം ഞാൻ പേപ്പറിൽ, കാരണം ഇത് നിങ്ങളെ ഞാൻ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ഈ പേപ്പർ എനിക്കൊന്നിനുമില്ല, ഞാൻ എടുത്ത് കളയത്തേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അങ്ങനല്ല. നിങ്ങൾക്കിത് ഈ ഒരു വർഷം പഠിക്കാനുള്ള കാര്യങ്ങളാണ്. നിങ്ങളത് നല്ല വൃത്തിയായിട്ട് ഈക്വൽ എവിടെയൊക്കെയാണ് വരുന്നത്, ഡിവിഷൻ എഴുതുന്നത് എവിടെയാണ്, ഇതൊക്കെ നിങ്ങൾ ആ സൈഡിൽ മാറ്റി ഡിവൈഡ് ചെയ്ത് വൃത്തിയായിട്ടൊക്കെ കാണിക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ. അപ്പോൾ വൃത്തിക്ക് മാർഗമുണ്ട്, എപ്പോഴും അത് മനസ്സിൽ വേണം. അപ്പം നമ്മൾ 3-ാമത്തെ കഴിഞ്ഞു. അടുത്ത ഡിവിഷൻ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മൾട്ടിപ്പിളിൻ്റെ അല്ലേ, അതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഭാഗക്കണക്ക്, ചേരുവകളുടെ ബന്ധം അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഭാഗക്കണക്കാണ് പഠിക്കുന്നത്. ഡിവിഷൻ പ്രോബ്ലം അല്ലേ. നോക്കിക്കേ, ദ സ്കൂൾ നീഡ് എ വെജിറ്റബിൾ ഗാർഡൻ. A rectangular plot is to be roped off for this. The length of the rope is 32 meter. They decided to have width and length in the ratio 3:5.
വാട്ട് ഷുഡ് ബി ദ വിഡ്ത്ത് ആൻഡ് ലെങ്ത്. നിങ്ങൾ ഈ വിഡ്ത്തും ലെങ്ത് കറക്റ്റായിട്ട് ഓർഡറിൽ എഴുതണം കേട്ടോ. ചിലപ്പോൾ ഞാൻ എഴുതി തെറ്റിയാലും നിങ്ങൾ നേരെയാക്കി എഴുതണേ. നിങ്ങളെ വിഡ്ത്ത് എവിടെയാണോ തന്നിരിക്കുന്നത് അതിൻ്റെ താഴെ തന്നെ വിഡ്ത്ത് കൊടുക്കുക, ലെങ്ത് എവിടെയാണോ തന്നിരിക്കുന്നത് അതിൻ്റെ താഴെ തന്നെ ലെങ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നോക്കിയേ, സ്കൂളിൽ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ ചതുരാകൃതിയിലുള്ള ഒരു സ്ഥലം കയറ് കെട്ടി തിരിക്കുകയാണ്. എന്താ, സ്കൂളിൽ ഒരു പച്ചക്കറി തോട്ടമാണ്, അത് കയറ് കെട്ടി അങ്ങ് തിരിക്കുക. ഈ കയറിൻ്റെ നീളം, ആ കയറിൻ്റെ നീളം തന്നിട്ടുണ്ട് 32 മീറ്റർ. വീതിയും നീളവും അതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 3:5 എന്ന അംശബന്ധത്തിലായിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ നീളവും വീതിയും എത്ര മീറ്റർ ആണെന്ന് കേട്ടോ. ചോദ്യം കണ്ടോ, ഇംഗ്ലീഷുകാരും മലയാളവും കണ്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. നോക്കിയോ നിങ്ങളെ, നമുക്ക് ഏത് വേർഡ് പ്രോബ്ലം തന്നാലും എന്താ സ്റ്റെപ്പ് തന്നിരിക്കുന്ന പറക്കി എഴുതുക. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? കയറിൻ്റെ നീളം തന്നിട്ടുണ്ട്, അതായത് ലെങ്ത് ഓഫ് റോപ്പ് തന്നിട്ടുണ്ട്. ഇനി പിന്നെ നീളവും വീതിയും നോക്കിയേ, ചോദ്യത്തിൽ വീതിയും നീളവും എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ, വിഡ്ത്ത് ആൻഡ് ലെങ്ത്. ഞാൻ ഇപ്പം മുമ്പ് പറഞ്ഞല്ലോ, തിരിഞ്ഞു പോകല് നീളവും വീതിയാണെങ്കിൽ 5:3 എന്ന് എഴുതണം. വീതിയും നീളവും എഴുതെങ്കിൽ 3:5. തിരിഞ്ഞ് പോകരുതെന്ന് ഞാനൊരു 50 തവണ ഇപ്പം പറഞ്ഞിട്ടുണ്ട്. ഇനി തെറ്റിക്കുന്നവർക്ക് നല്ല അടി വരുന്നുണ്ട്, നോക്കിക്കോ. വല്ല മനസ്സിലാവുന്നുണ്ടോ? വീതിയും നീളവുമാണ്, അതായത് 3:5 ആണ്. നമ്മൾ തിരിച്ച് സാധാരണ രീതിയിൽ നമ്മൾ നീളവും വീതിയും എന്നല്ലേ പറയുന്നത്. ഇനി അഥവാ നമ്മൾ അങ്ങനെയാണ് എഴുതുന്നെങ്കിൽ, നീളവും വീതിയും എന്നാ എഴുതുന്നെങ്കിൽ 5:3 എന്ന് എഴുതണമെന്ന്. നമ്മുടെ ക്വസ്റ്റ്യനിൽ വീതിയും നീളവുമാണ് 3:5, വിഡ്ത്ത് 3ഉം ലെങ്ത് 5ഉം. എല്ലാത്തിൻ്റെയും മലയാളം എഴുതി വെച്ചിട്ടുണ്ടാവും നിങ്ങളെ. ചതുരത്തിൻ്റെ ചുറ്റളവാണ് എന്താ നിങ്ങളെ, അതായത് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിള്. റെക്റ്റാങ്കിൾ ആണ് ഇംഗ്ലീഷുകാർക്ക്. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ 32 മീറ്റർ. അതെല്ലാം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ പറക്കി ഇത്രയും വെച്ചേക്കുന്നതെല്ലാം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നതാണ്. നിങ്ങൾ അത് ഓർത്തോണേ. ഈ പഠിപ്പിച്ച എല്ലാം വേർഡ് പ്രോബ്ലം ആണ്. ഈ വേർഡ് പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്താ? സ്റ്റെപ്പ് എഴുതുക, സ്റ്റെപ്പ് എഴുതിയെങ്കിലേ ചെയ്യാവും. ഇനി നമുക്ക് എന്താവും നിങ്ങളെ, പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ. നമുക്ക് ആ കയർ എങ്ങനെ ചതുരാകൃതിയില്ല അല്ലേ. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിളിൻ്റെ ഇക്വേഷൻ എന്താ? 2 × L + B ആണ്. 2 × L + B ആണ്. അപ്പോൾ നമുക്കിവിടെ എന്താ, L+B നമുക്ക് തന്നു. എത്ര? പെരിമീറ്റർ നമുക്ക് തന്നു 2 × L+B 32 മീറ്റർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നു. കാരണം ചുറ്റളവ് കയറിൻ്റെ നീളം 32 മീറ്റർ അല്ലേ. ദ ലെങ്ത് ഓഫ് ദ റോപ്പ് 32 മീറ്റർ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ അല്ലെ ചതുരത്തിൻ്റെ ചുറ്റളവ് = 2 × L+B 32. ഇനി L+B എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? 2 × L+B ഒക്കെ 2 L ഉം B കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓർമ്മയുണ്ടോ നിങ്ങൾ? എല്ലും ബി ഇങ്ങനല്ലേ, 2 × L, എല്ലിനെ ഇൻറ്റു ചെയ്തിട്ട് ബി കൂട്ടുകയൊന്നുമല്ല. ഈ എല്ലും ബിയും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്പിൾ ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ല് ബിയും എത്ര? എല്ലും ബിയും തന്നിട്ടുണ്ട് എത്ര? പെരിമീറ്റർ തന്നിട്ടുണ്ട് എത്ര? 32. അതിനെ എന്ത് ചെയ്യുക നിങ്ങളെ? 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര? 32 / 2 16 കിട്ടി. 16 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 16 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നല്ല, ഈ 16 വന്നത് എങ്ങനെയല്ലേ ഡൗട്ട് ഉണ്ടോ നിങ്ങളെ? L+B 2 × L+B അല്ലേ കുഞ്ഞുങ്ങളെ, അതിന് ഡൗട്ട് ഇല്ലല്ലോ. അത് നമുക്ക് 32 നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് L+B = 32/2 = 16. സംശയമില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആൾ വിഡ്ത്താണ്, അതല്ലെങ്കിൽ വീതിയാണ്. ആ 16നെ വീതി എത്ര? 3 അല്ലേ. അണ്ടേ, വീതിയും നീളവും 3:5 ആണ്. വീതി 3. അപ്പോൾ ആ 3/8 വന്നത് എങ്ങനെയാണെന്നറിയാമോ? അറിയാമോ നിങ്ങളെ? അതായത് ഈ 2 റേഷ്യോയും കൂടെ കൂട്ടണം കേട്ടോ. 5, 3, 8. ആ 8 ഈ 8. അപ്പോൾ നമുക്ക് 6 കിട്ടും കേട്ടോ. സംശയം ഉണ്ടോ അതിന്? വെട്ടി ചെയ്യാനൊക്കെ അറിയാമോ? അതും 1 8 8 ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 1 8 8 2 8 16. 2 × 3 6. ഇനി അതല്ല 16 × 3 48. 48 / 8 6. അങ്ങനെയും ചെയ്യാം കേട്ടോ. അതെല്ലാം ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നോക്കണേ. ഇനി നീളം എത്ര നിങ്ങളെ? 16നെ ഈ 16 ആണേ. 16 ഒരു പ്രശ്നമില്ലയോ. 16 × നീളം എത്ര? 5/8. അതും ഈ പറയുന്ന പോലെ 16 × 5 എത്ര? 90 ആണ്. 90/8 10 ആണ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ച് വെട്ടിയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായി. അപ്പോൾ എത്ര കിട്ടി? 6 മീറ്ററും 10 മീറ്ററുമാണ് ഇവിടുത്തെ ചുറ്റളവ്. ചുറ്റളവല്ല, സൈഡ് നീളം അല്ലേ, സൈഡ് അല്ലേ. നമ്മളിപ്പോൾ ഒരു കയറെടുത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ അല്ലേ, റെക്റ്റാങ്കിളിൻ്റെ ചുറ്റളവ് കണ്ടോ. ഇപ്പോൾ ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 6 ആയിരിക്കും. മനസ്സിലായോ? ഇവിടെ 10 ആണെങ്കിൽ ഇവിടെയും 10, ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ കേട്ടോ. 19, 20, 20ഉം 32. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 32 സെൻറ്റിമീറ്ററും കിട്ടും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ?
കേട്ടോ. ഞാൻ എൻ്റെ മനസ്സിലാകത്തക്ക രീതിയിൽ 3ലും 4ലും പഠിക്കുന്ന പിള്ളേരുടെ കൂട്ട് തന്നെ ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി തന്നെ പഠിക്കണം കേട്ടോ. വേർഡ് പ്രോബ്ലം ആണേ നിങ്ങളെ. അടുത്ത പേജ് നമ്പർ 92. കമൻറ്റ് ബോക്സിൽ പേജ് നമ്പർ ഇടൂ, പേജ് നമ്പർ ഇടുക കേട്ടോ. നോക്കിക്കേ, സുഹാറ ആൻഡ് സീത. സുഹറയും സീതയും സ്റ്റാർട്ടഡ് എ ബിസിനസ്. സുഹറ ഇൻവെസ്റ്റഡ് 40,000 rupees and Sida 50,000 rupees. They made a profit of 9,000 rupees. It was divided in the ratio of their investment. How much did each get? ഉണ്ടാവും ഞങ്ങളെ. നമ്മുടെ സുഹറയും സീതയും ചേർന്ന് ഒരു കച്ചവടം അങ്ങ് തുടങ്ങി, ഒരു ബിസിനസ് അങ്ങ് തുടങ്ങി. ഈ സുഹറ 40,000 രൂപയാണ് കൊണ്ട് കൊടുത്തത്. സീതയോ 50,000 രൂപയും കൊണ്ട് കൊടുത്തു. മുടക്കിയതോ ഈ രണ്ടുപേരും കൂടെ ജോലി ചെയ്ത് മുടക്കിയപ്പോൾ ലാഭമായിട്ട് അവർക്ക് ഒരു 9,000 രൂപ കിട്ടി. ഇതിലാരൊക്കെ എത്രയൊക്കെ കൊണ്ടുപോകും ഇല്ലേ? മുടക്കുമുതലിൻ്റെ അംശബന്ധത്തിൽ വീതിച്ചെടുത്ത് ഓരോരുത്തർക്ക് എത്ര രൂപ കിട്ടിയെന്നാണ്. അപ്പോൾ ഓരോരുത്തരും എന്താ, നമ്മുടെ വേർഡ് പ്രോബ്ലം ആകുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് എഴുതണ്ടായോ? എമൗണ്ട് ഓഫ് സുഹറ ഇൻവെസ്റ്റ് ചെയ്തത്, സുഹറ മുടക്കിയ തുക 40,000. എമൗണ്ട് ഓഫ് സീത ഇൻവെസ്റ്റഡ്, സീത മുടക്കിയ തുക 50,000. പിന്നെ അതിനെ നമ്മൾ എങ്ങനെ റേഷ്യോയിൽ എടുക്കും? എങ്ങനെ എടുക്കും കുഞ്ഞുങ്ങളെ? നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്താ, എല്ലാം 0ത്തിൻ്റെ കണക്കാ അല്ലേ? 40,000ഉം 50,000ഉമാണ്. അതാത് 0ത്തിനെ വെട്ടാം. ഇവിടെ ഒന്ന് വെട്ടി, ഇവിടെ ഒന്ന് വെട്ടി, ഇത് വെട്ടി, ഇത് വെട്ടി. മേളിലും താഴെ ഒരുപോലെ ഉണ്ടെങ്കിലേ ഇട്ട് വെട്ടാവല്ലേ. ടീച്ചർക്ക് ഒറ്റ വെട്ടിനുള്ള കാര്യമുള്ളേ കേട്ടോ. അപ്പോൾ എന്താ, മുകളിലും താഴെ ഉണ്ടെങ്കിലേ വെട്ടാവൂ, ഇല്ലെങ്കിൽ വെട്ടാൻ പോയേക്കരുത്. അപ്പോൾ വെട്ടി ബാക്കി 4/5 ആണ്. അതായത് 4:5 എന്ന റേഷ്യോയിൽ എടുക്കാം. ഓക്കെ ആണോ? എളുപ്പമല്ലേ? അതായത് തന്നിരിക്കുന്ന ചോദ്യമാണ്, ചോദ്യത്തിലാണ് എന്താ സ്റ്റെപ്പാണിത്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയായി, 40,000ത്തിനെയും 50,000ത്തിനെയും നമ്മൾ റേഷ്യോയിലോട്ട് മാറിയപ്പം 4:5 ആയി. നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എത്ര കുഞ്ഞുങ്ങളെ? ലാഭം എത്ര കിട്ടിയായിരുന്നു? 9,000 രൂപ ലാഭം കിട്ടി. 0ത്തിനൊക്കെ വിലയുണ്ട്. 1 10s 100,000, 9,000, 9,000 rupees പ്രോഫിറ്റ് ആൻഡ് സുഹാറ ഹാസ് ടു ഗോട്ട്. ഇനി അവർക്ക് കിട്ടിയ റേഷ്യോ എത്ര കുഞ്ഞുങ്ങളെ? 4:5 ആണ്. അപ്പോൾ എത്ര? 5 4 9 കിട്ടിയ. ആ 9 എന്താ, 9,000 ഇൻറ്റു ആദ്യം ആരാ? സുഹറയ്ക്ക് 4ഉം സീതയ്ക്ക് 5ഉം ആണല്ലേ. തിരിഞ്ഞു പോകല്ലേ കേട്ടോ. അപ്പോൾ എത്ര? 4,000 രൂപ കിട്ടും കേട്ടോ. ഇനി പ്രോഫിറ്റ് ഓഫ് സീതയ്ക്കോ 9,000 ഇൻറ്റു 5. ഈ 5 4 വന്നൊക്കെ നമ്മുടെ റേഷ്യോ ആണ് കേട്ടോ. ഇനി അവനവൻ്റെ തിരിഞ്ഞു പോകല്ലേ, ഇത് ഓരോരുത്തരുടെ റേഷ്യോ. ഇത് എന്താ 4:5 ആണ് കുഞ്ഞുങ്ങളെ. തിരിഞ്ഞു പോലെ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയിക്കുന്നുണ്ട്. 4,000 രൂപ ഏതാ സുഹറയ്ക്കും കിട്ടി, 5,000 രൂപ സീതയ്ക്കും കിട്ടി. കാരണം ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത സീതയല്ലേ. 50,000 രൂപ സീതയല്ലേ കൊടുത്തത്. അപ്പം സീതയ്ക്കും 1,000 രൂപയും കൂടെ അധികം കിട്ടി അല്ലേ. 40,000 രൂപയേ ഉള്ളൂ ആരാ, നമ്മുടെ സുഹറ കൊടുത്തത്. അപ്പം 4,000 രൂപ കിട്ടി. രണ്ടുപേർക്കൂടെ 9,000. ഹാപ്പിയാണല്ലോ, കാരണം അവർ കൊടുത്ത പൈസ അവർക്ക് തിരിച്ചു കിട്ടി. അടിയില്ലാതെ വീട്ടിൽ പോയി. ഓക്കെ ആണോ? ഞാൻ ഇത് മനസ്സിലായോ? എളുപ്പമല്ലേ ഇത് ചെയ്യാൻ? എളുപ്പ വഴിയല്ലേ? നമ്മൾ ഈ കണക്കുകളൊക്കെ എളുപ്പ വഴി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലെ ഈ സ്റ്റെപ്പുകളാണ് ഞാൻ ഈ പറക്കി എഴുതുന്നത്. സ്കൂളിൽ ഈ സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്നത് ആ സ്റ്റെപ്പ് പഠിച്ചാൽ മതി കേട്ടോ. കാരണം എങ്ങനെ എഴുതിയാലും നമുക്ക് ആൻസർ കിട്ടിയാൽ മതിയല്ലോ. ഓക്കെ അല്ലേ. രമേശൻ ആൻഡ് ജോൺ ടുക്ക് അപ്പ് എ കോൺട്രാക്ട് ഫോർ എ വർക്ക്. കാണാൻ പറ്റുന്നുണ്ടോ? Remeshan worked the first 6 days and John 7 days. They got 6,500 rupees. They divided it in the ratio of the number of days each worked. How much did each get? രമേശനും ജോണും ഒരു ജോലി കരാറെടുത്തു. മലയാളം കേട്ടോണേ. രമേശനും ജോണും ഒരു ജോലി കരാറെടുത്തു. രമേശൻ 6 ദിവസവും ജോൺ 7 ദിവസവുമാണ് ജോലി ചെയ്തത്. ഓരോരുത്തരും ചെയ്തത് അറിയണേ നിങ്ങളെ. ഇനി അവർക്ക് കിട്ടിയതോ 6,500 രൂപയും ജോലി ചെയ്ത ദിവസങ്ങളുടെ അംശബന്ധത്തിൽ വീതിച്ചു. ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടി? നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ഒരുപാട് സ്റ്റെപ്പായിട്ട് തോന്നുന്നത് മലയാളം ഇംഗ്ലീഷും കൂടെ ഉള്ളത് കൊണ്ടാണ് കുഞ്ഞുങ്ങളെ. രമേശൻ വർക്ക്ഡ് ഫോർ എത്ര? 6 ഡേയ്സ്. ജോൺ വർക്ക്ഡ് 7 ഡേയ്സ് അല്ലേ. രമേശൻ 6 ദിവസവും ജോൺ 7 ദിവസവുമാണ് ജോലി ചെയ്തത്. റേഷ്യോ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 6:7 എടുത്തൂടെ? കാരണം അത് എന്താ, 7 ഒരു പ്രൈം നമ്പർ. അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 6നെ വേണ്ട ചെയ്യാം, പക്ഷെ രണ്ടും ഒരേപോലെ കുറച്ച് എന്താ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ 6:5 റേഷ്യോ എടുത്തു. ജോലി ചെയ്ത ദിവസങ്ങളുടെ അംശബന്ധം 6:5 ആണ് അല്ലേ. ഇനി അവർക്ക് കിട്ടിയ എമൗണ്ടോ, വേതനം എത്ര കിട്ടി? 6,500. ഇതൊക്കെ സ്റ്റെപ്പ് നമ്മുടെ ചോദ്യത്തിലുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ. ഇനി നോക്കിയേ, റേഷ്യോയെ നമ്മളെപ്പോൾ റേഷ്യോ തരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ആ റേഷ്യോ രണ്ടും കൂടെ കൂട്ടി ചെയ്യുന്ന കുറച്ചുകൂടി എളുപ്പമാണ്. 6 + 7 റേഷ്യോ തങ്ങളെ കൂട്ടിയപ്പോൾ 13 വന്നു.
ആ 13 വന്നതിന് സംശയമില്ലല്ലോ. അവർ 6 ദിവസവും 7 ദിവസവും ജോലി ചെയ്ത റേഷ്യോ രണ്ടും കൂടെ കൂട്ടിയതാണ്. എമൗണ്ട് ഓഫ് രമേശൻ ഹാസ് ഗോട്ട് എന്താ നിങ്ങളെ 6 ആരുടെയാ രമേശൻ്റെ ആണ് അല്ലേ. രമേശൻ അപ്പം 6/13 ഇൻറ്റു 6500. ഇതിൽ ഏതെങ്കിലും എവിടുന്നാ വന്നതെന്ന് സംശയമുണ്ടോ? 6 ഏതാണ് രമേശൻ്റെ റേഷ്യോയുടെ 6, 13 ഇത് രണ്ടും കൂടെ കൂട്ടിയ 13 ഇൻറ്റു 6500 അവർക്ക് കിട്ടിയത്. അപ്പോൾ എത്ര കിട്ടി? 65 ഇൻറ്റു 6 390. അതിൻ്റെ കൂടെ 2 പൂജ്യം കൊണ്ട് ഇട്ടുമ്പം 39,000 ഡിവൈഡ് 13,000 രൂപ അല്ലേ. പിന്നെ എമൗണ്ട് ജോഡിനോ 7/13 ഇൻറ്റു 6500. അതായത് 65 ഇൻറ്റു 7 455/13 3500. അപ്പം രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര ഉണ്ടോ? 3 3 6. ഇവർക്ക് കിട്ടിയ രണ്ടും കൂടെ വീതിച്ചെടുത്തപ്പോൾ 3 3 6 6500 അല്ലേ. അപ്പോൾ അവർ 6500 രൂപ എങ്ങനെ വീതിച്ചെടുത്തു നോക്കിയാണോ? ഇതാണ് അറിയേണ്ടത്. ഈ 6ഉം 13 ഒക്കെ വന്നത് മനസ്സിലായോ നിങ്ങളെ? ഇച്ചിരി സമയം കൂടുതൽ എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. സ്റ്റെപ്പ് എഴുതിയെടുക്കട്ടെ. ഇംഗ്ലീഷും മലയാളം ഉണ്ട് കേട്ടോ. അടുത്തത് രാമുവും രാജുവും ഒരു തുക 3:2 എന്ന അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ രാമുവിന് 480 രൂപ കിട്ടി. രാജുവിന് എത്ര രൂപ കിട്ടി? ആകെ എത്ര രൂപയാണ് വീതിച്ചത്? എന്താ നിങ്ങളെ വെൻ രാമു ആൻഡ് രാജു ഡിവൈഡഡ് എ സം ഓഫ് മണി ഇൻ ദ റേഷ്യോ 3:2. രാമു ഗോട്ട് 480 റുപ്പീസ് അല്ലെ 480. ഹൗ മച്ച് ഡിഡ് രാജു ഗെറ്റ്? വാട്ട് വാസ് ദ സം ടോട്ടൽ വാസ് ഡിവൈഡഡ്? നോക്കിക്കേ, ഇവിടെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. അറിയാം രാമു രാജുവിൻ്റെ റേഷ്യോ 3:2 എന്ന് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന പറക്കി എഴുതണേ. രാമുവിൻ്റെയും രാജുവിൻ്റെയും 3:2. എമൗണ്ട് ഓഫ് രാമു ഗെറ്റ് രാമുവിന് എത്ര കിട്ടി? 480 രൂപ രാമുവിന് കിട്ടി. മലയാളം ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. അപ്പോൾ രാമുവിൻ്റെ റേഷ്യോ എത്ര ആവും നിങ്ങളെ? 3 അല്ലേ ആണല്ലോ. രാമുവിൻ്റെ റേഷ്യോ 3 ആയപ്പം 480 ഡിവൈഡ് രാമുവിന് കിട്ടിയ 3. അപ്പോൾ എത്ര? 160 അല്ലേ ആണല്ലോ. അപ്പം രാജുവിന് അതിൻ്റെ എത്ര? 2 അല്ലേ. അപ്പോൾ ആ 160 ഇൻറ്റു 2 320. ഇനി ഇവർക്ക് 2 പേർക്ക് കൂടെ കിട്ടിയ എത്ര? എമൗണ്ട് അവർ വീതിച്ചെടുക്കുക. 480 രൂപയും കിട്ടി, ഒരാൾക്ക് 450 കിട്ടി, ഒരാൾക്ക് 320 കിട്ടിയപ്പം 800 രൂപ കിട്ടി. പിടിച്ചു മനസ്സിലാവുന്നവൻ്റെ ഒന്നുകൂടെ പറയണോ? അതായത് രാമുവിന് 3ഉം രാജുവിന് 2ഉം അത് നമ്മുടെ ചോദ്യത്തിലുണ്ട്. 3:2. അതിൽ രാമുവിന് 480 രൂപ കിട്ടി കേട്ടല്ലോ. രാമുവിന് 480 രൂപ നമ്മുടെ ചോദ്യത്തിൽ കിട്ടി. അപ്പോൾ ആ കിട്ടിയ 480/3 എവിടെ നിന്ന് വന്നതെന്നറിയാമോ? ഈ രാമുവിൻ്റെ റേഷ്യോ ആണ് ഈ 3 = 160. ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട്. അഥവാ ഡിവൈഡ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് കേട്ടോ. 160. ഇനി അപ്പോൾ രാജുവിന് വേണ്ടേ? രാജുവിന് ആ കിട്ടിയത് ഇൻറ്റു രാജുവിൻ്റെ റേഷ്യോ 160 ഇൻറ്റു 2 320. ഇനി ഇവർക്ക് 2 പേർക്ക് കൂടെ കിട്ടിയത് 800 രൂപ. എളുപ്പമുള്ളൊരു കണക്കാ. ചോദ്യം കാണുമ്പോൾ എന്തൊക്കെയോ ഉണ്ടെന്ന് വിചാരിക്കും, പക്ഷേ എളുപ്പമാണ് കേട്ടോ. ഇതൊക്കെ ചില കണക്കുകളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠിക്കണം നിങ്ങൾ. കാരണം ഇതിനകത്ത് എല്ലാ കണക്കുകളും തിരിച്ചും മറിച്ചും ഒക്കെ ചിലതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഡൗട്ട് അടിക്കും ഇത് ഏത് രീതി ചെയ്യണമെന്നൊക്കെ. നോക്കിക്കേ, 9 സെൻറ്റിമീറ്റർ നീളത്തിൽ AB എന്നൊരു വര വരയ്ക്കുക. ഇതിൽ P എന്ന് കുത്തിടണം. കാരണം എവിടെ കുത്തിടേണ്ടതെന്ന് നമുക്കറിയത്തില്ല. AP, PB എന്നിവയുടെ നീളങ്ങൾ 1:2 എന്ന അംശബന്ധത്തിലായിരിക്കണം. എയിൽ നിന്നും എത്ര അകലെയാണ് P അടയാളപ്പെടുത്തുന്നത്? ഡ്രോ എ ലൈൻ AB 9 സെൻറ്റിമീറ്റർ ലോങ്. മാർക്ക് എ പോയിന്റ് P ഓൺ ഇറ്റ്. ദ ലെങ്ത് ഓഫ് AP ആൻഡ് PB ഷുഡ് ബി ഇൻ ദ റേഷ്യോ 1:2. ഹൗ ഫാർ അവേ ഫ്രം ദ A ഷുഡ് ബി മാർക്ക് P? വല്ലോ മനസ്സിലായോ? നമുക്ക് ആദ്യം 9 സെൻറ്റിമീറ്റർ നീളത്തിൽ AB എന്ന് പറയുന്ന ഒരു വര വരയ്ക്കുക. ഇത് 9 സെൻറ്റിമീറ്റർ ഉണ്ട് കേട്ടോ. നിങ്ങൾ സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കണം. ഇത് സ്കെയിൽ വെച്ച് തന്നെ വരച്ചത്. ഇത് 9 സെൻറ്റിമീറ്റർ ഉണ്ട് കേട്ടോ. അതിനെന്താ AB എന്നാണ് പേര്. എന്താ നിങ്ങളെ AB. ഇനി അവർ പറഞ്ഞ എന്താ? ഇതിൽ P എന്ന് കുത്തിടണമെന്ന്. P എവിടെ ഇടണമെന്ന് നമുക്കറിയാവോ? ഇല്ല. എന്നാൽ AP, PB എന്നിവയുടെ റേഷ്യോ AP നോക്കിക്കോണേ. AP, PB അതായത് ഇവിടെ എവിടെയോ വരുന്നുണ്ട്. അപ്പം എവിടെയോ വരുന്നുണ്ട്. ആ AP-യും എവിടെയാണെന്ന് അറിയത്തില്ല, നമ്മൾ P എന്ന് എഴുതാം. AP-യും PB-യും തമ്മിലുള്ള റേഷ്യോ 1:2 എന്ന് നമ്മൾക്ക് തന്നിട്ടുണ്ട്. എന്താ നിങ്ങളെ 1:2 എന്ന് തന്നിട്ടുണ്ട്. ഇനി അപ്പോൾ AB ഫുള്ള് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. മൊത്തത്തിൽ എത്ര? 9 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. AB എത്ര? 9 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഇതിൻ്റെ റേഷ്യോ? AP-യുടെ എത്ര? 1ഉം PB-യുടെ 2ഉം വെച്ച് ചെയ്താൽ പോരാ. AP എത്ര? 1/3. 3 വന്ന എങ്ങനെയാവും നിങ്ങളെ? 1 + 2 റേഷ്യോ തങ്ങളെ കൂട്ടിയതാ 3 കേട്ടോ. 1/3 × 9
എത്ര 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ സ്കെയിലിൽ എടുത്തിട്ട് നിങ്ങൾ ഇവിടെ വരെ വരുമ്പോൾ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് അവിടെയാണ് പി എന്ന ബിന്ദു വരുന്നത്. മനസ്സിലായോ? നിങ്ങളത് ചെയ്തിട്ടേ ഇവിടെ കുത്തിട്ട് എവിടെയാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ചാടി കയറി 3 എഴുതി വെക്കല്ലേ. ചെയ്ത് നോക്കുമ്പോൾ ഈ 1/3 വന്നത് ഈ സംശയമുണ്ടോ? എ പി, അതായത് എയും പി എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ എ പി ഈസിക്കൽ ടു 1 ഇതാണ് 1/3. 3 വന്നത് ഇത് രണ്ടും കൂടെ കൂട്ടിയേ 3 × 9 1 × 9 9/3 9/3 × 3 സെൻറ്റിമീറ്റർ. ആ 3 ആഡ് ചെയ്ത് കേട്ടോ. ഓക്കെ ആണോ? അടുത്തത് ലാസ്റ്റ് 15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. ഇനി 15 മുമ്പ് നമ്മൾ 9 അല്ലേ? ഓക്കെ, ഇതിന് നമുക്ക് എന്താ എ ബി എന്ന് പേരിടാം. അതിനെ 2:3 എന്ന അംശബന്ധത്തിൽ വയ്ക്കുക. നമ്മൾ പറയാം എ പി മുമ്പലത്തെ തന്നെ സെയിം ആവും നിങ്ങളെ. എ പി ഈസ് ടു പി ബി. എ പി ഇവിടെ എവിടെയോ ആണ് കേട്ടോ. ഇവിടെ എവിടെയോ നമുക്കൊരു പി എന്ന ബിന്ദു കൊടുക്കുക. എ പി ഈസ് ടു പി ബി ഏതാണ് 2:3. മുമ്പ് ചെയ്ത പോലെ തന്നെ മൊത്തം എത്ര? മൊത്തം 15 സെൻറ്റിമീറ്റർ അല്ലേ? 15 സെൻറ്റിമീറ്റർ നീളമാണ്. അപ്പം ആദ്യം 2 വെച്ച് ചെയ്യണം, 3 വെച്ച് ചെയ്യണം. 2/5 എത്ര? 6 സെൻറ്റിമീറ്റർ അല്ലേ? എത്ര നിങ്ങളെ 2 വന്ന് എങ്ങനെയാണെന്ന് അറിയാവോ? ഈ 2 ആണ് കേട്ടോ. ഈ 5 വന്ന് ഈ റേഷ്യോ എപ്പോഴും തങ്ങൾ കൂട്ടണേ. 2:2ഉം 3 കൂട്ടുമ്പോൾ 5 ആണ്. ഈ റേഷ്യോ രണ്ടുകൂടെ കൂട്ടുമ്പം 5 വന്നു കേട്ടോ. ആ 5 ആയത് കേട്ടോ. 2/5 × 15 വന്നത് ഈ 15 ആണ്. അപ്പോൾ 15 × 2 30 5 30/5 6. അപ്പോൾ നമുക്കിവിടെ ഒരു 6 സെൻറ്റിമീറ്റർ വരുമ്പോൾ പി വരും കേട്ടോ. സ്കെയിൽ അളക്കണേ. അപ്പോൾ ആ 6 ഇതെത്ര? 6 സെൻറ്റിമീറ്റർ വന്നു അല്ലേ? അപ്പോൾ ബാക്കി എത്ര? 15 അല്ലേ മൊത്തം? ബാക്കി ഇവിടെ എത്ര വരും നിങ്ങളെ? 9 സെൻറ്റിമീറ്റർ വരുമെന്ന് കേട്ടോ. ഇങ്ങനെ ചെയ്തു നോക്കിയെങ്കിലേ കിട്ടത്തുള്ളൂ. ഇത് എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതാ വന്നത്? 2ഉം 3ഉം നമ്മുടെ റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 15 നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം എ പി എത്ര ആണെന്ന് കണ്ടുപിടിക്കേണ്ടത്. എ പി 2 ആണ്. അപ്പോൾ തന്നിരിക്കുന്ന മുമ്പത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെ ഡിജിറ്റ് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ? 2 3 5 5 35 6. അപ്പോൾ 6 വരെ കിട്ടി. ബാക്കി എത്ര? 9. ഇത് ലാസ്റ്റ് ഒരെണ്ണം കൂടെ നോക്കൂ നിങ്ങളെ. 30 സെൻറ്റിമീറ്റർ ചുറ്റളവും വശങ്ങളിൽ നിന്ന് 1:3 1:2 എന്ന അംശബന്ധത്തിലുമായ ചതുരം വരയ്ക്കുക. 30 സെൻറ്റിമീറ്റർ ചുറ്റളവ് എന്ന് വെച്ചാൽ ചുറ്റളവ് എന്ന് വെച്ചാൽ ചുറ്റുമുള്ള അളവ് പെരിമീറ്റർ അല്ലേ? പെരിമീറ്റർ നമുക്ക് ഓൾറെഡി തന്നു 30 സെൻറ്റിമീറ്റർ. പിന്നെ 1:2 എന്ന അംശബന്ധത്തിൽ എഴുതുക. 1:2 പെരിമീറ്റർ നീളവും വീതിയും കൂടെ എത്ര? മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ 2 × L + B. ഇത് നമ്മൾ മുമ്പ് ചെയ്താന്ന് തോന്നുന്നല്ലേ? ആന്ന് തോന്നുന്നു. 2 × L + B. എല്ലും ബിയും എത്ര നിങ്ങളെ? 30/2 മുമ്പ് ചെയ്തതല്ലേ? ഓർമ്മയുണ്ടോ? L + B ഈസിക്കൽ ടു 30/2 എത്ര? 15. 15 വന്നത് ഈ സംശയമുണ്ടോ? 2 × L + B കേട്ടോ. എല്ലും ബിയുടെ കൂട്ടിയിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. പിന്നെന്താ? ഈസിക്കൽ ടു 30 എന്ന് കൊടുക്കണം കേട്ടോ, എങ്കിലേ കിട്ടും. ഓക്കെ, അടുത്ത എന്താ? പിന്നെ അംശബന്ധം എത്ര നമുക്ക്? 1:2. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് 15 ആണ്. ആ 15നെ ആദ്യത്തെ 1 വെച്ച് 1/3 വെച്ചപ്പം 5 സെൻറ്റിമീറ്ററും 2/3 വെച്ച് നോക്കുമ്പോൾ 10 സെൻറ്റിമീറ്ററും. നീളം എത്ര കിട്ടി? 10 സെൻറ്റിമീറ്ററും വീതി 5 സെൻറ്റിമീറ്ററും കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഈ 3 വന്നതിന് സംശയമില്ലല്ലോ. റേഷ്യോ തങ്ങളി കൂട്ടിയതാണ് 3. ഒന്നാമത്തെ 1 ഈ 1 ആണിത്. 15 വന്നത് അറിയാമല്ലോ 2 × L + B. കാരണം ഒരു ചതുരമല്ലേ നിങ്ങളെ? ചതുരം എന്ന് വെച്ചാൽ എന്താ? റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 2 × L + B ആണ്. ആ 15 വന്നതിന് സംശയമില്ലല്ലോ. 2 × L + B × 30 30/2 15. ആ 15 ആണിത്. 15/3 5. 2 × 15 30/3 10. ഓക്കെ, ഈ ചാപ്റ്റർ ക്ലോസ് കേട്ടോ. അംശബന്ധം ഓക്കെ ആണല്ലോ. എല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ കേട്ടോ. ഇനി നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റിങ് പോരട്ടെ. അറിയാൻ പറ്റോ ഡൗട്ടോ വല്ലതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാം കേട്ടോ. ഞാൻ ഒരുപാട് രാവിലെ തൊട്ട് തുടങ്ങി കേട്ടോ. ഓക്കെ കുട്ടികളെ, താങ്ക് യു. നിങ്ങളുടെ കമൻറ്റ് കാണണം കേട്ടോ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി എഴുതി മലയാളവും ഇംഗ്ലീഷും. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. മലയാളവും ഇംഗ്ലീഷും വേർതിരിച്ച് ഇതുപോലെ എഴുതി. ഇപ്പോൾ എത്ര പേപ്പർ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എന്തും വേണ്ടി പേപ്പറാണെന്ന് അറിയുന്നുണ്ടേ. എന്തും വേണ്ടി പേപ്പറിലാണ് എഴുതിയേക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ പേപ്പറാണ്. ഇത്രയും ഞാൻ മെനക്കെട്ട് നിങ്ങൾക്ക് വേണ്ടി ഇരുന്ന് എഴുതുമ്പോഴേ നിങ്ങളും എന്തെങ്കിലുമൊക്കെ തിരിച്ച് കമൻറ്റ് കേട്ടോ. നല്ലത് വേണേ പറയാൻ കേട്ടോ. ഓക്കെ, താങ്ക് യു.